അഷ്ടാദശ പുരാണങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വായുപുരാണം, ശിവപുരാണം, രണ്ട് മഹാപുരാണങ്ങളുടെയും അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നാളെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള പാരായണത്തിലൂടെ വായുപുരാണവും ശിവപുരാണവും അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളോടുകൂടി അവസാന അധ്യായത്തിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ 18 പുരാണങ്ങളിലൂടെയും ഈ കഥകളൊക്കെ മനനം ചെയ്തുകൊണ്ട് വായുപുരാണവും ലിംഗപുരാണവും കൂർമ്മപുരാണവും മത്സ്യപുരാണവും ബ്രഹ്മാണ്ഡ ആദി പുരാണങ്ങളൊക്കെ ചേർത്ത് വെച്ച് പുരാണങ്ങളിൽ ആഗമാനം പറയുന്ന വളരെ വിശേഷപ്പെട്ട കഥകളെയും ദർശനങ്ങളെയും സംവാദങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പുരാണ പുണ്യ തീർത്ഥയാത്ര തന്നെയാണ്. വളരെ വിശേഷപ്പെട്ട സ്കന്ദപുരാണത്തിലെ തത്വങ്ങളെക്കുറിച്ചും അതിലെ ആശയങ്ങളെക്കുറിച്ചുമൊക്കെ മനനം ചെയ്തുകൊണ്ട് ഈ പുരാണയാത്ര വിഷ്ണുപുരാണം, ഭാഗവത പുരാണം, ഭവിഷ്യപുരാണം, ഇങ്ങനെ 3 പുരാണങ്ങളും കൂടി അവലോകനം ചെയ്യുന്നതിലൂടെ നാളത്തെ വൈകുന്നേരത്തെ പ്രഭാഷണത്തോടു കൂടി പൂർണ്ണമാകും. അപ്പോൾ നമുക്ക് മുന്നിലുള്ളത് പുരാണം എന്നൊരു മഹാസാഗരമാണ്. അതിലാകമാനം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിത്യസ്മരണീയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതും ഒക്കെയായ ആ സന്ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് പ്രത്യേകം എടുത്ത് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ പുരാണങ്ങളും മനുഷ്യജന്മത്തിന്റെ സവിശേഷതയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനുഷ്യരായി തന്നെ ഈ പ്രകൃതിയോട് ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെ, ഈ ഭൂമിയോട്, ചരാചരങ്ങളോട്, നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തോട് ഒക്കെ എങ്ങനെ പെരുമാറണം, നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ ഉണർത്തിക്കൊണ്ട് നല്ല വാക്കുകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക, സാർത്ഥീകരിക്കാൻ സാധിക്കുക, ഇതൊക്കെയാണ് പുരാണം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ വ്യാസൻ എടുത്തു പറയുന്നൊരു വാചകമുണ്ട്. ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചി, മനുഷ്യത്വത്തെക്കാൾ ശ്രേഷ്ഠമായി പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. എന്താണ് ഈ മനുഷ്യത്വം? അഹിംസ, സത്യം, അസ്തേയം എന്നിവയിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. ശരികളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചുമുള്ള വിവേചന ബുദ്ധിയോടുകൂടി നമ്മുടെ വിശപ്പ്, ദാഹം, വികാരങ്ങൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് മനുഷ്യനാണ്. വേദവ്യാസൻ ഈ നിയന്ത്രണത്തെ സാധ്യമാക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. എല്ലാറ്റിനെയും ഉപേക്ഷിക്കലല്ല, വിശാല മനസ്സോടുകൂടി എല്ലാറ്റിനെയും ഉൾക്കൊള്ളലാണ് മനുഷ്യജീവിതം എന്ന് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിത പരിണാമങ്ങൾക്കിടയിൽ നാം എന്റേതെന്ന് പറഞ്ഞ് ചേർത്ത് വെച്ചവ പലതും നമ്മുടേതല്ലാതാണ്. അതിൽ വെറുതെ ദുഃഖിച്ചിട്ട് കാര്യവുമില്ല.
ഈ തിരിച്ചറിവിനെ നമുക്ക് പകർന്നു തരുന്നതാണ് പരിത്യാഗങ്ങളുടെ കഥകളെല്ലാം. രാമായണത്തിലൂടെ വാത്മീകി രാമചരിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന മഹാസത്യം. ഇതൊക്കെ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങളായിട്ടാണ് നമുക്ക് വേദവ്യാസൻ കഥാരൂപത്തിൽ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഋഷി ദർശനങ്ങൾ ഉൾക്കൊണ്ടവരായിരിക്കുന്ന രാജാക്കന്മാരുടെയും ഭക്തന്മാരുടെയും ഒക്കെ കഥകളിലൂടെ ആ ഋഷി ദർശനത്തിന്റെ മഹത്വം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ബീജങ്ങൾ നട്ട് നനച്ച് നമ്മളെയൊക്കെ ഉത്തമ വ്യക്തിത്വങ്ങളാക്കി തീർക്കുക എന്നത് തന്നെയാണ് പുരാണങ്ങളുടെ ഉദ്ദേശം. കുട്ടിക്കാലത്ത് കേട്ട ഒരു മനോഹരമായ കഥയുണ്ട്. വിശ്വാമിത്ര മഹർഷി തപസ്സിൽ നിന്നുണർന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഘോരമായിരിക്കുന്ന വരൾച്ചയും ദാരിദ്ര്യവുമാണ്. മരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷിമൃഗാദികളൊക്കെ മരിച്ചു കിടക്കുന്നു. ഒരു മരുഭൂമി പോലെയായി തീർന്നു. അദ്ദേഹം നടന്നു വന്ന വഴികളിൽ ഭൂമിയുടെ അവസ്ഥ. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. വിശ്വാമിത്രനും അത്രയും കാലത്തെ തപസ്സുകൊണ്ട് ക്ഷീണിതനായിട്ടാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അദ്ദേഹം ചുറ്റിയടിക്കാൻ തുടങ്ങി. ഒരുപാട് ദൂരം നടന്ന് തളർന്ന് ഇപ്പോൾ മരിച്ചു വീഴും എന്നൊരവസ്ഥയായി അത്. എവിടെയെങ്കിലും ഒരു കുമ്പിൾ ജലം. അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ദൂരെ ഒരു പാറയിടുക്കിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. വിശ്വാമിത്രന്റെ കണ്ണുകൾ വിടർന്നു. തീർച്ചയായും അത് ജലസാന്നിധ്യമാണ്. അദ്ദേഹം എങ്ങനെയൊക്കെയോ ആ കൊച്ചു ജലാശയത്തിന്റെ അരികിലെത്തണം എന്ന് ചിന്തിച്ച് നടക്കാൻ തുടങ്ങി. പാറയിടുക്കിൽ ഒരു കൊച്ചു കുഴിയിൽ ശേഖരിക്കപ്പെട്ട ജലമാണ്. ഒരല്പം വെള്ളം കിട്ടിക്കഴിഞ്ഞാലല്ലാതെ ഇനി തന്റെ ജീവൻ നിലനിൽക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ വിശ്വാമിത്രൻ വേച്ച് ആ പാറയിടുക്കിലെ ജലം ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുറച്ച് ഏകദേശം അടുത്തെത്താറായി. അപ്പോഴാണ് നോക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്നൊരു കൂറ്റനായ ഒരു ആന ഇതേപോലെ ദാഹിച്ചവശനായി ആ പാറയിടുക്കിലെ ജലത്തിന് വേണ്ടി അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു വരുന്നു. വിശ്വാമിത്രൻ ആലോചിച്ചു, ആ ആന അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ആ ജലം എടുത്താൽ പിന്നെ ആ ജലം കഴിയും, ഒരു തുള്ളി ബാക്കി ഉണ്ടാകും. എന്ത് ചെയ്യും? അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്നത് ഒരു സിംഹം അതേ പാറയിടുക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു വരുന്നു. അതിനപ്പുറത്തൊരു മാൻ, അതിനപ്പുറത്തൊരു മുയൽ, അതിനപ്പുറത്തൊരു സർപ്പം, ആകാശത്തിൽ പറന്നിറങ്ങുന്ന ഒരു പക്ഷി, എല്ലാം ഈ പാറയിടുക്കിലെ ഒരു കുമ്പിൾ ജലത്തിന് വേണ്ടിയാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു മൃഗം ആ പാറയിടുക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ശേഖരിക്കപ്പെട്ട ജലം മറ്റുള്ളവർക്ക് കിട്ടുകയില്ല. ഇവിടെ വീണ് മരിച്ചത് തന്നെ എന്ന് ചിന്തിച്ചു വിശ്വാമിത്രൻ. അങ്ങനെ അദ്ദേഹം ഒരു മരക്കുറ്റിയിൽ പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? താൻ എന്തായാലും മരിച്ചു വീഴും. ഈ ജീവികളിൽ ആർക്കാണ് ആ വെള്ളത്തിൽ ഒരു തുള്ളി കിട്ടി ജീവൻ നിലനിർത്താൻ ഭാഗ്യം പ്രകൃതി ഒരുക്കിയിരിക്കുന്നു? അങ്ങനെ അദ്ദേഹം നോക്കി നിൽക്കുന്ന സമയത്ത് ആദ്യം എത്തിയത് ആന തന്നെയാണ്. ആന ആ പാറയിടുക്കിനരികിലെത്തി തന്റെ തുമ്പിക്കൈ കൊണ്ട് അല്പമാത്രമുള്ളതായ ആ ജലത്തിലേക്ക്
ആ തുമ്പിക്കൈ നീട്ടി അതിൽ നിന്നൊരല്പം ജലമെടുത്ത് തൻ്റെ വായിൽ നിന്ന് എത്തിച്ച് പ്രാണൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടുകൂടി അല്പം മാറി നിന്നു. ആന മാറി നിൽക്കുന്നത് സിംഹത്തിന് വേണ്ടി. സിംഹം വരുന്നു, അതും തൻ്റെ നാവ് നീട്ടി ഒരല്പം ജലം കുടിച്ച് തൻ്റെ പ്രാണൻ നിലനിർത്താമെന്നായപ്പോൾ അതും അവിടേക്ക് മാറി നിന്നു. പിന്നാലെ മാൻ വന്നു, മാനും കുടിച്ച് മാറി നിന്നു. മുയൽ വന്നു, മുയലും കുടിച്ച് മാറി നിന്നു. പക്ഷി വന്നു, പക്ഷിയും മറ്റും വെള്ളം കുടിച്ച് മാറി നിന്നു. എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്. വിശ്വാമിത്രനെ കാത്തു. വിശ്വാമിത്രൻ അത്ഭുതപ്പെട്ടു. ആ മൃഗങ്ങളൊക്കെ അവരവരുടെ ദാഹം തീർത്ത് പ്രാണൻ നിലനിർത്താവുന്ന അത്രയും മാത്രം വെള്ളം കുടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വിശ്വാമിത്രനും പതുക്കെ വേച്ച് അവിടെ ചെന്ന് ആ വെള്ളം ഒരല്പം കുടിച്ചു, പ്രാണൻ തിരിച്ചു. ഇതാണ് പ്രകൃതി ദർശനം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇത്രകാലം തപസ് ചെയ്ത് നേടിയ യാതൊരു സിദ്ധികളുണ്ടോ, പുണ്യങ്ങളുണ്ടോ, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അറിവ് ഈ പ്രകൃതി എനിക്ക് പകർന്നു തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. അവിടെ നിന്നാണ് വിശ്വാമിത്രന്റെ പരിവർത്തനത്തിന്റെ ജീവിത കഥ ആരംഭിക്കുന്നത്. ഈ പ്രകൃതി അങ്ങനെയാണ്. ഏതെങ്കിലും ഒന്ന് നശിച്ചു പോകണം എന്ന രീതിയിൽ ഈ പ്രകൃതി ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല, നിലകൊള്ളുന്നില്ല. എല്ലാറ്റിൻ്റെയും സമാവസ്ഥ, ആ സമാവസ്ഥയിലേക്കുള്ളതായ ഏതോ ഒരു ഇച്ഛ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്നമന്നേന ഖാദയിത്വ എന്നൊക്കെ പ്രമാണം പറയുമെങ്കിലും, ഒന്നൊന്നിന്റെ ആഹാരമാണ് എന്നൊക്കെ പറയുമെങ്കിലും, ജീവബോധത്തിൽ ആ ജീവ ശരീരത്തിൽ പ്രകൃതി സ്വയം ചേർത്ത് വെച്ചിരിക്കുന്നതായ ചില നന്മകളുണ്ട്, ചില തിരിച്ചറിവുകൾ. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നതായ ആ ഭാവം, പ്രകൃതി ഇല്ലെങ്കിൽ ഞാനില്ല എന്ന ദർശനം. നമ്മുടെ കണ്ണു തുറന്ന് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ ചലനങ്ങളെ നിരീക്ഷിക്കുമ്പോഴും ഓരോ ജീവിതങ്ങളും ഈ പ്രകൃതി ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാക്കയായാലും പൂച്ചയായാലും എലിയായാലും പഴുതാരയായാലും തേരട്ടയായാലും ആന, പുലി, സിംഹം എന്നിവയൊക്കെയാണ്. പക്ഷെ കലികാലത്തിൽ ഈ പറയുന്ന പ്രകൃതി ദർശനത്തിൻ്റെയും പ്രകൃതി ഭാഷയുടെയും മഹത്വം മങ്ങിക്കൊണ്ടിരിക്കും. അവയുടെ മഹത്വമല്ല, ആ മഹത്വത്തെ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനിൽ നിന്ന് അസ്തപ്രായമായി കൊണ്ടിരിക്കും. അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുകയും ചെയ്യും. ഈ ജീവകാരുണ്യത്തിന്റെ കഥ തന്നെയാണ് മറ്റൊരു രീതിയിൽ നമ്മൾ ഇന്ന് പകൽ കേട്ടത്. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ളതായ ഒരു തർക്കത്തിന്റെ കഥയും ഹരിചന്ദ്രൻ അനവധി ജീവിത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി എന്ന കഥയും. ഈ കഥ മാർക്കണ്ഡേയ പുരാണത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹരിചന്ദ്രന്റെ ജീവിത പരീക്ഷണത്തിന്റെ കഥ നമ്മൾ വിസ്തരിച്ച് കേട്ടു. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ആ കഥയ്ക്കൊരു പിന്നാമ്പുറമുണ്ട്. സത്യവാദിയും ധർമ്മിഷ്ഠനുമായിരിക്കുന്ന ഹരിചന്ദ്രൻ എന്ന് പറയുന്ന മഹത്വത്തെ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളാണ് വാർത്തെടുക്കുന്നത്. അതിനെല്ലാം നിമിത്തമാവുന്നത് വസിഷ്ഠനും വിശ്വാമിത്രനുമാണ്. മഹാത്മാക്കൾ എല്ലാവരും ജന്മനാ തന്നെ ശരികൾ മാത്രം ചെയ്തവരല്ല. ശരി തെറ്റുകൾ മനുഷ്യ സഹജമാണ്. നാം ഏതെങ്കിലും വിധത്തിൽ അരുതാത്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അരുതാത്തതാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ
ആ നിമിഷം തന്നെ അതിൽ നിന്ന്, ആ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിന് പ്രായശ്ചിത്തം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ളതായ പ്രയത്നങ്ങൾ ചെയ്യണം എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത്. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ സത്യവാൻ ഹരിശ്ചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞ് ഹരിശ്ചന്ദ്രനെ ജീവിത പരീക്ഷണങ്ങളുടെ അഗ്നിജ്വാലയിലൂടെ നടത്തിച്ചത്. അതെന്തിനെന്ന് മനസ്സിലാവണമെങ്കിൽ വിശ്വാമിത്രന്റെ ഈ യാത്ര എങ്ങനെയാണ് ഹരിശ്ചന്ദ്രന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് എന്ന് വരെയുള്ള ചില ചരിത്രങ്ങൾ കേൾക്കണം. അത് മാർക്കണ്ഡേയ പുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്, ദേവീഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്, ഇന്ന് നാം മനനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന സ്കന്ദപുരാണത്തിലും വർണ്ണിക്കുന്നു. 81,000 ശ്ലോകങ്ങളാണ് സ്കന്ദപുരാണത്തിലുള്ളത്. അനവധി തരത്തിലുള്ള തീർത്ഥമാഹാത്മ്യങ്ങൾ സ്കന്ദപുരാണത്തിലുണ്ട്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശിവപുരാണത്തിലും വായുപുരാണത്തിലും പറഞ്ഞിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട ശിവ ഉപാസനകളെ കുറിച്ചുള്ള, ശൈവ തന്ത്ര പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണങ്ങളും നമുക്ക് സ്കന്ദപുരാണത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ മുഴുവൻ പൂർവജന്മ കഥകൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഈ പുരാണങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയതാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ജൈമിനി മഹർഷി പക്ഷികളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നാം ത്രികായണീ ചരിതവും ഭഗവതി മഹാത്മ്യവും ഒക്കെ കേട്ടത്. ആ ത്രികായണീ ചരിതത്തിലാണ് പാണ്ഡവരുടെ മക്കളുടെ കഥ, അവരുടെ പൂർവജന്മത്തിന്റെ കഥ, അവർ വിശ്വദേവന്മാരാണെന്നുള്ള കഥ ഒക്കെ കേട്ടത്. പടകുടീരത്തിൽ അശ്വത്ഥാമാവിന്റെ ഘോരമായിരിക്കുന്ന പ്രവൃത്തി മൂലം മരിച്ചു വീണ വിശ്വദേവന്മാരുടെ മനുഷ്യജന്മത്തിന്റെ കഥയുടെ രഹസ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് അവർ മനുഷ്യരായിട്ട് ജനിക്കാൻ കാരണം വിശ്വാമിത്രന്റെ ശാപമാണ് എന്ന് നാം കേട്ടത്. ആ ശാപത്തിന്റെ കഥയിലേക്കാണ് ഹരിശ്ചന്ദ്രന്റെ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. ആ ഹരിശ്ചന്ദ്രൻ ത്രിശങ്കുവിന്റെ പുത്രനാണ്. സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവായിരുന്നു ത്രിശങ്കു. ഗുരുശാപം, ബ്രാഹ്മണശാപം, സ്ത്രീശാപം എന്നിങ്ങനെ 3 തരത്തിലുള്ളതായ ശാപങ്ങൾ, പിതൃശാപം എന്നിങ്ങനെയുള്ള 3 ശാപങ്ങളാകുന്ന ശങ്കുകൾ, ആണികൾ, തർച്ചവൻ എന്ന അർത്ഥത്തിലാണ് ത്രിശങ്കു എന്ന പേര് കിട്ടിയത്. ആ ത്രിശങ്കുവിന് സ്വർഗം കൊടുത്ത ആളാണ് വിശ്വാമിത്രൻ. ത്രിശങ്കുവിന് സ്വർഗം കൊടുക്കാൻ വേണ്ടി വിശ്വാമിത്രൻ യജ്ഞം നടത്തിയപ്പോൾ സ്വർഗത്തിലേക്ക് ചെന്ന ത്രിശങ്കുവിനെ അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പുറത്താക്കിയപ്പോൾ തന്റെ തപശക്തി കൊണ്ട് മറ്റൊരു ത്രിശങ്കു സ്വർഗം, ഒരു സ്വർഗം നിർമ്മിച്ച ആളാണ് വിശ്വാമിത്രൻ. അത് ത്രിശങ്കു സ്വർഗം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ത്രിശങ്കുവിന് വേണ്ടി നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലാണ്. പിന്നെ ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ച ആ സ്വർഗ സൃഷ്ടിയെ നിർത്തിവെപ്പിച്ചു. ഈ സമയത്ത് സ്വർഗത്തിലേക്ക് പോയ ത്രിശങ്കു ഇന്ദ്രൻ താഴെ വീഴട്ടെ എന്ന് പറഞ്ഞപ്പോൾ തലകുത്തി താഴേക്ക് വീഴാൻ പോയി. അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ പറഞ്ഞപ്പോ വായുവിൽ തങ്ങി നിൽക്കുകയും ചെയ്തു. അങ്ങനെ വായുവിൽ തലകുത്തനെ തങ്ങി നിൽക്കുന്ന ആ ത്രിശങ്കുവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഹരിശ്ചന്ദ്രന്റെ കഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ കഥ കുറച്ചുകൂടി വിസ്തരിച്ച് ദേവീഭാഗവതത്തിലുമുണ്ട്. അപ്പൊ വിശ്വാമിത്രൻ ഈ ത്രിശങ്കുവിന് ഉടലോടെ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി തന്റെ തപോബലത്തെ മുഴുവൻ ഉപയോഗിച്ചു. അതിന്റെ കാരണം എന്താണ് എന്നറിയണമെങ്കിൽ ഈ ഘോരമായിരിക്കുന്നതായ വേനലും ദാരിദ്ര്യവും പിടിപെട്ട ഇടവഴികളിലൂടെ വിശ്വാമിത്രൻ നടത്തിയ യാത്ര മനസ്സിലാക്കണം. അദ്ദേഹം യഥാർത്ഥത്തിൽ കുശിക ഗോത്രത്തിൽപ്പെട്ട രാജാവായിരുന്നു. നായാട്ടിനായി കാട്ടിൽ ചെന്നപ്പോൾ അവിടെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു.
തന്റെ ആശ്രമത്തിലേക്ക് വന്ന രാജാവിനെയും പരിവാരങ്ങളെയും വസിഷ്ഠ മഹർഷി വേണ്ടതുപോലെ സൽക്കരിച്ചു. ഈ സൽക്കാരം വളരെ വിശിഷ്ടമായി. അപ്പൊ കുശിക ചക്രവർത്തിക്ക് അത്ഭുതമായി, ഇതെങ്ങനെ സംഭവിച്ചു? കാട്ടിലെ താപസന്മാർക്ക് ഇത്രയധികം സമ്പത്ത് എവിടെ നിന്ന് കിട്ടി ചോദിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആശ്രമത്തിലിരിക്കുന്ന കാമധേനുവിന്റെ മഹത്വം കൊണ്ടാണ്. അപ്പോൾ കുശിക ചക്രവർത്തിക്ക് ഒരു ആഗ്രഹം, കാമധേനുവിനെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാൽ രാജ്യം സമ്പന്നമാവുമല്ലോ. വസിഷ്ഠൻ പറഞ്ഞു, കാമധേനു അങ്ങനെയൊന്നും വരില്ല, തപസ്സുകൊണ്ട് സ്വയം പ്രത്യക്ഷമായവളാണ്. വാക്ക് തർക്കമായി, അത് യുദ്ധമായി. കാമധേനുവിന്റെ ശരീരത്തിൽ നിന്ന് അനവധി പടയാളികൾ വന്ന് രാജാവിന്റെ പടകളെയൊക്കെ ഛിന്ന ഭിന്നമാക്കുകയും രാജാവിനെ പിടിച്ചു കെട്ടുകയും ചെയ്തു. വസിഷ്ഠന്റെ മുമ്പിൽ പ്രാണഭിക്ഷയാചിച്ച് നിൽക്കേണ്ടി വന്നു കുശിക രാജാവ്. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, ക്ഷത്രിയ തേജസ് കൊണ്ട് സ്വന്തമാക്കാൻ കഴിയുന്നതല്ല തപോവീര്യങ്ങളും ബ്രഹ്മജ്ഞാനവും എന്ന്. അത് കേട്ടപ്പോ കുശിക ചക്രവർത്തിക്ക് വല്ലാത്ത സങ്കടമായി. അദ്ദേഹത്തിന് അതൊരു ദുരഭിമാനമായി മാറി. ക്ഷത്രിയ തേജസ്സിനേക്കാൾ, ബലത്തെക്കാൾ, വീര്യത്തെക്കാൾ ശ്രേഷ്ഠമാണോ തപോവീര്യം, ബ്രഹ്മവീര്യം? അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മജ്ഞാനം ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, നിന്നെപ്പോലൊരു ക്ഷത്രിയന് നേടാൻ കഴിയുന്നതല്ല ബ്രഹ്മപദം. വിശ്വാമിത്രൻ പ്രതിജ്ഞ ചെയ്തു, ഇനി ബ്രഹ്മപദം നേടിയിട്ട് ഞാൻ അങ്ങേ കാണാൻ വരും. അങ്ങനെയാണ് ആ കുശിക ചക്രവർത്തി കൊട്ടാരത്തിലെത്തി തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ കൂട്ടി രാജ്യഭാരമൊക്കെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോയി. ഘോരമായ തപസ്സു ചെയ്തു. ഭാര്യയും മക്കൾക്കും ഒക്കെ താമസിക്കാൻ ഒരു പർണശാല ഒരുക്കി കൊടുത്തിട്ടാണ് വിശ്വാമിത്രൻ കാടിനുള്ളിലേക്ക് പോയത്. ഈ സമയത്താണ് രാജ്യത്ത് വല്ലാത്ത ദുർഭിക്ഷത്വം ഉണ്ടായത്. എല്ലായിടത്തും പട്ടിണിയും രോഗാദികളും പിടിപെട്ടു. വസിഷ്ഠ മഹർഷി പറഞ്ഞത്, ഇത് ക്ഷത്രിയനായ വിശ്വാമിത്രൻ തപസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെയെങ്കിലും വിശ്വാമിത്രന്റെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിച്ച് രാജശാസനത്തിൽ ശ്രദ്ധയുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ ഗുരു. പക്ഷേ ഈ കുശിക രാജാവ് തപസ് തുടർന്നു. ദാരിദ്ര്യത്തിലും മഹാരോഗങ്ങളിലും പെട്ട് രാജ്യത്തിലെ പ്രജകൾ മുഴുവൻ നട്ടം തിരിയാൻ തുടങ്ങി. വിശ്വാമിത്രന്റെ ഭാര്യയും മക്കളും ഭക്ഷണം കിട്ടാതെ പറഞ്ഞു. ഒരു ദിവസം കുട്ടികൾ ഇങ്ങനെ വിശന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര പത്നി, തന്റെ മക്കൾ 3 പേരാണ്, ആ 3 പേരിൽ മധ്യമനെ ദർഭപ്പുല്ലുകൊണ്ടുള്ളതായ ഒരു കയറുണ്ടാക്കി അതിൽ കെട്ടി ചന്തയിൽ കൊണ്ടുപോയി 3 മക്കളിൽ മധ്യമനെ വിൽക്കാൻ ഒരുങ്ങി. ഒരുത്തനെ വിറ്റിട്ടാണെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വയറ് നിറയ്ക്കാൻ ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചു. ഒരു അമ്മയുടെ ദാരിദ്ര്യവും രോഗാദികളും വരുത്തി വെക്കുന്നതായി ഈ ഘോരമായ അവസ്ഥകളെ കണ്ട് ദിക്പാലന്മാർക്ക് പോലും കാരുണ്യമുണ്ടായില്ല. ഈ സമയത്ത് ആപണങ്ങളിലൂടെ ഭക്ഷണം തേടി നടക്കുന്ന ഒരു ചണ്ടാളൻ, യുവത്വം വിട്ടിട്ടില്ലാത്ത ചണ്ടാളനാകട്ടെ ഈ ആപണ മധ്യത്തിൽ ദർഭക്കയറിൽ കുരുക്കിയിട്ട കുട്ടിയെ വിൽക്കാനിരിക്കുന്നതായ അമ്മയെ കണ്ട് കാരുണ്യം തോന്നി അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മ എന്തായി ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്, ഇവരൊക്കെ ദിവസവും കരയുകയാണ്, ഭക്ഷണത്തിനായി കരയും. വിശന്ന് മരിക്കുന്നതിലും ഭേദം സമ്പത്തുള്ള ആരെങ്കിലും ഈ 3 മക്കളിൽ മധ്യമനെ വിലക്കെടുത്തു കഴിഞ്ഞാൽ ആ സമ്പത്ത് കൊണ്ട് എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കാമല്ലോ എന്നാണ് അമ്മ പറയുന്നത്. അത് കേട്ടപ്പോൾ ആ ചണ്ടാളിന് ഇത്തിരി കാരുണ്യം തോന്നി. ആ ചണ്ടാള യുവാവ് പറഞ്ഞു, അമ്മ ഇനി ഈ ആവണത്തിലേക്ക് വരികയേ വേണ്ട, എവിടെയാ വീട് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ, എനിക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം അവിടെ എത്തും. അങ്ങനെ വിശ്വാമിത്ര പത്നി
പർണശാലയിലേക്ക് തിരിച്ചുവിട്ടു. ഈ ചണ്ടാള യുവാവ് ദിവസവും ആ വിശ്വാമിത്ര പത്നിക്ക് വേണ്ടി മരത്തിന്റെ കൊമ്പിൽ ഭക്ഷണം കെട്ടിവെക്കും. താൻ ചണ്ടാളനല്ലേ? ഇനി ഇങ്ങനെ ഒരു പർണശാലയിലേക്ക് കടന്ന് അവിടേക്ക് അശുദ്ധി വരണ്ട എന്ന് വിചാരിച്ചു കാണണം അയാൾ. വിശ്വാമിത്ര പത്നിയാകട്ടെ ദിവസവും കിട്ടുന്നതായ ഈ ഭക്ഷണപ്പൊതി വിഭജിച്ച് തന്റെ മക്കൾക്കും കൊടുക്കും, താനും കഴിക്കും. അങ്ങനെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നു. തപസ്സുണർന്ന് വിശ്വാമിത്രൻ തന്റെ പർണശാലയിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചകൾ, ദാരിദ്ര്യം ബാധിച്ച് വലയുന്നവരായിരിക്കുന്ന ആളുകൾ. വിശ്വാമിത്രന് നല്ല വിശപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രാമത്തിലെ ചണ്ടാളക്കുടിലുകൾ തിങ്ങി നിറഞ്ഞതായ ഒരു തെരുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടണം എന്നാഗ്രഹിച്ച് ഒരു ചണ്ടാളക്കുടിലേക്ക് കയറി. പിൻവശത്തിൽ കൂടെ കയറി അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അടുക്കളയിൽ അടുപ്പത്ത് പാത്രത്തിൽ എന്തോ ഭക്ഷണം കണ്ടു. മാംസമാണ്. ഒന്നും നോക്കിയില്ല വിശ്വാമിത്രൻ. ആ മാംസം എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴവിടെ വടിയുമായി ചണ്ടാളം വന്നു. നോക്കിയപ്പോ ഒരു മഹർഷിയാണ്, കണ്ടാൽ തന്നെ മഹർഷിയാണ്. മരവുരിയൊക്കെ ധരിച്ചിട്ടുണ്ട്, ജടാകുടമുണ്ട്, താടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നോക്കി ചണ്ടാളൻ പറഞ്ഞു, ഇത് ധർമ്മമാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ മാംസം കഴിക്കാമോ? നിങ്ങളൊരു ബ്രാഹ്മണനല്ലേ, പണ്ഡിതനല്ലേ, ജീവിത സംസ്കാരമുള്ളവനല്ലേ? അതും മോഷ്ടിച്ച് കഴിക്കുക. ഇനി നിങ്ങൾ കഴിക്കുന്ന മാംസമോ പട്ടിമാംസമാണ്. ഇത് ധർമ്മമാണോ എന്നൊക്കെ ചണ്ടാളൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ വിശ്വാമിത്രൻ ആ ചണ്ടാളിനെ ഒന്ന് നോക്കി, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മണ്ഡൂകേഷ്വപി രുദസ്വപി എന്ന് മനോഹരമായ ശ്ലോകമുണ്ട് മഹാഭാരതത്തിൽ. നീ ആരാണ് ധർമ്മം പറയാൻ? നീ ഇന്നേ വരെ ധർമ്മം അനുസരിച്ചിട്ടില്ലല്ലോ. സ്വയം സംസ്കാരവും ധർമ്മവും അനുസരിക്കാത്ത ആളുകൾ മറ്റുള്ളവരെ ധർമ്മം പഠിപ്പിക്കാൻ പുറപ്പെടുകയും. തടാകത്തിൽ വെള്ളം കുടിക്കാനായി ആന വരും. ആന തുമ്പിക്കൈ ആ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തടാകത്തിലെ ഈ താമര ഇലയിലും മറ്റും ഇരിക്കുന്ന തവളകൾ ഉറക്കെ ഉറക്കെ കരഞ്ഞ് ശബ്ദമുണ്ടാക്കും. ഈ തവളയുടെ കരച്ചിൽ കേട്ട് പേടിച്ച് ഏതെങ്കിലും ആന വെള്ളം കുടിക്കാതെ പോയിട്ടുണ്ടോ? നീ പറയുന്നത് ഈ ധർമ്മശാസ്ത്രമല്ല, വെറും തവളയെ പോലെയുള്ള കരച്ചിലാണ്. സ്വയം ധർമ്മം അനുസരിക്കാത്തവർക്ക് മറ്റുള്ളവരെ ധർമ്മം ഉപദേശിക്കാൻ അർഹതയില്ല എന്നാണ് വിശ്വാമിത്രൻ അതിന് മറുപടി പറഞ്ഞത്. കാളിദാസൻ അതിന് വളരെ മനോഹരമായ ഒരു വാചകമായി രഘുവംശത്തിൽ കാണാം. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. അതിലെല്ലാമുണ്ട്. ശരീരമാണ് ധർമ്മത്തെ സാധിപ്പിക്കുവാനുള്ളതായ ഉപാധി. നമുക്ക് ധർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. വേണ്ടേ? വേണ്ടേ? നിങ്ങൾ കഥ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വിശ്വാമിത്രനെ കാണാനുണ്ടോ? തെരുവ് കാണാനുണ്ടോ? ചണ്ടാളക്കുടിൽ കാണാനുണ്ടോ? ഇപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശരീരം വേണം. അപ്പൊ ആദ്യത്തെ ധർമ്മം എന്താ? ശരീരത്തെ രക്ഷിക്കുക എന്നുള്ളത്. ദാരിദ്ര്യം കൊണ്ട്, ഭക്ഷണ ദുർലഭ്യം കൊണ്ട് പ്രാണൻ പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ നീതിയും ന്യായവും ധർമ്മവും ഒക്കെ നോക്കുന്നതില ഒരു കാര്യമില്ല. ആ ശരീരത്തെ രക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ പ്രാണനെ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം വേണം.
അത് മോഷ്ടിച്ചിട്ടായാലും അരുതെന്ന് നിഷിദ്ധമായ ഭക്ഷണമായാലും അത് പ്രാണനെ നിലനിർത്താൻ ഉതകുന്നതാണെങ്കിൽ അത് കഴിച്ചിട്ടെങ്കിലും പ്രാണനെ നിലനിർത്തുക, അതിനുശേഷം ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യുക. അത്രയേ ഉള്ളൂ. ആപത്ത് വരുമ്പോൾ ഈ ധർമ്മത്തിന്റെ നീതിവാക്യങ്ങളുടെ ഒക്കെ അർത്ഥങ്ങളൊക്കെ മാറും. ആപദ്ധർമ്മം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ധർമ്മം തന്നെയാണ്. അപ്പൊ അവനവന്റെ പ്രാണനെ നിലനിർത്തുക എന്നതാണ് പരമമായ ധർമ്മം മനുഷ്യ ജീവിതത്തിൽ. കാരണം ആ പ്രാണനെ നിലനിർത്തിയാലേ ആ ശരീരം കൊണ്ട് ദാനം, തപസ്, ധ്യാനം, ഏത് തരത്തിലുള്ളതായ സത്പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ശരീരത്തെ ദ്രോഹിക്കുന്നത് ഏറ്റവും വലിയ അധർമ്മമാണ് എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിൽ എത്രയോ പ്രസക്തമാണ് എന്ന് ആലോചിക്കണം. നമ്മളൊക്കെ നാവിന്റെ രുചിയിൽ കുടുങ്ങി ശരീരത്തെ ദ്രോഹിക്കുന്നവരാണ്, അല്ലേ? ശരീരത്തിന് പറ്റില്ലെന്നറിഞ്ഞാലും നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കും. അത് ആപദ്ധർമ്മമായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, ആണോ? സുഖത്തിന്റെ പിന്നാലെ പോയി ശരീരത്തെ ദ്രോഹിക്കുന്നവരാണ്. മദ്യം കഴിച്ചും മയക്കമരുന്ന് ഉപയോഗിച്ചും എന്നിട്ടോ അവസാനം ആത്മഹത്യ ചെയ്യും. ഈ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുക, സ്വയം തന്നെ തന്നെ കൊല്ലുക എന്നതിനേക്കാൾ ഘോരമായിരിക്കുന്ന പാതകം വേറെ എന്താണ്? ഈ ആപ്തവാക്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തം തന്നെയാണ്. നമുക്ക് കിട്ടിയതായി ഈ ശരീരം. അച്ഛാ അമ്മേ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്ത് ജനിച്ചവരല്ലല്ലോ നമ്മൾ. ആണോ? അല്ല. നമ്മൾ ജനിക്കണം എന്ന് നമ്മുടെ അച്ഛനമ്മമാരെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ദമ്പത്യം പ്രാണസംശ്രയാദാനന്ദ ഗ്രന്ഥിരേകോയം അപത്യ വിധി കഥ്യതേ. പ്രണയഭാവത്തോടു കൂടി ഒന്നു ചേർന്ന ആ സ്ത്രീ പുരുഷ ഹൃദയങ്ങളിൽ ഉണ്ടായ ആനന്ദം, അതാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നമ്മളായി രൂപപ്പെട്ടത്. എന്നിരിക്കെ നമ്മൾ ജനിക്കണമെന്നും നമ്മൾ ആണാവണോ പെണ്ണാവണോ കറുത്തട്ടോ വെളുത്തട്ടോ പൊക്കം കൂടിയിട്ടോ പൊക്കം കുറഞ്ഞിട്ടോ ഒക്കെ ആവണമെന്ന് നിശ്ചയിച്ച ഒരു ഇച്ഛാശക്തിയുണ്ട് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി. അങ്ങനെ ആ ഇച്ഛാശക്തിയിലൂടെ പിറന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, പക്വമായി കൊണ്ടിരിക്കുന്ന, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ ദ്രോഹിക്കാൻ നമുക്ക് എന്താ അവകാശം ഉണ്ടോ? ഇല്ലല്ലോ. സ്വന്തം ശരീരത്തെ ദ്രോഹിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ മറ്റു ശരീരങ്ങളെ ദ്രോഹിക്കാൻ അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും വേദനിപ്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്താണോ ഈ പ്രപഞ്ചം, എന്താണോ ഈ പ്രകൃതിയുടെ താളം, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരും എന്നതായ തിരിച്ചറിവുകളിലൂടെ ജീവിതത്തെ താളാത്മകമാക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിത ദർശനം. വിശ്വാമിത്രൻ ഇങ്ങനെ അലഞ്ഞ് സ്വന്തം ഗൃഹത്തിലെത്തി. വിശ്വാമിത്രന്റെ ഉള്ളിലെ ചിന്ത എന്താ? ഞാൻ തന്നെ ഇങ്ങനെ സ്വന്തം പ്രാണനെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചണ്ടാളക്കുടിയിൽ കയറി മോഷ്ടിച്ച് ഭക്ഷണം കഴിച്ച ഒരു അവസ്ഥ ഉണ്ടായി എനിക്കെങ്കിൽ ഇത്രയും കാലം എന്റെ ഭാര്യയും മക്കളും എങ്ങനെ കഴിഞ്ഞോ ആവോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വിശ്വാമിത്രന്റെ വരവ്. തന്റെ പർണശാലയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ അതാ ഭാര്യയും മക്കളും സന്തോഷമായി കഴിയുന്നു എന്ന് കണ്ടപ്പോൾ വിശ്വാമിത്രന്റെ സന്തോഷമായി. അദ്ദേഹം ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാ കഴിഞ്ഞത്? അപ്പൊ അവള് പറഞ്ഞു, ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിച്ച് എന്റെ കുട്ടികളുടെ കരച്ചിൽ കേട്ട് സഹിക്കവയ്യാതെ ഞാൻ നമ്മുടെ മക്കളിൽ ഒരുവനെ വിൽക്കാൻ വരെ ഒരുപ്പെട്ടു. ആ സമയത്ത് ഒരു ചണ്ടാള യുവാവ് വന്നു ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം നൽകി. ഇപ്പോഴും ഞങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ അയാൾ ഈ ആശ്രമത്തിന്റെ പുറത്തുള്ള വൃക്ഷശാഖയിൽ ഭക്ഷണം കെട്ടിത്തൂക്കുന്നു.
അതാരാണ് എന്നറിയാൻ വിശ്വാമിത്രൻ അയാളെ അന്വേഷിച്ചു പോയി. നോക്കിയപ്പോഴാണ് ഈ കെട്ടിത്തൂക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞത് മാംസമാണ്. അതാകട്ടെ ഈ ചണ്ടാള യുവാവ് വസിഷ്ഠന്റെ ആശ്രമത്തിൽ കയറി അവിടെയുള്ള പശുക്കളെ കൊന്നിട്ട് അതിന്റെ മാംസം എടുത്തിട്ടാണ് കൊടുത്തിരുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ചില പുരാണങ്ങളിൽ അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും ചണ്ടാളൻ കൊടുത്ത മാംസം കഴിച്ചിട്ടാണ് തന്റെ ഭാര്യയും മക്കളും ഇത്രയും കാലം ജീവിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ആ ചണ്ടാള യുവാവിനെ എന്തായാലും കണ്ടെത്തിയേ പറ്റൂ എന്ന് ചിന്തിച്ച് അന്വേഷിച്ചു. കണ്ടെത്തി. അത് വേറെ ആരുമായിരുന്നില്ല, സൂര്യവംശത്തിലെ അരുണ രാജാവിന്റെ പുത്രനായിരിക്കുന്ന സത്യവ്രതനായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതികേട് വരാനുള്ള കാരണം അദ്ദേഹം ജന്മനാ തന്നെ ഇത്തിരി ദുഷ്ട സ്വഭാവമൊക്കെയുള്ള ആളായിരുന്നു എന്നാണ് ദേവി ഭാഗവത് അവതരിപ്പിക്കുന്നത്. അരുണന്റെ പുത്രൻ വിഷയലോലുപനായി സഞ്ചരിച്ച് സ്വന്തം പ്രജകളെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സ്വഭാവം യുവാവായിരിക്കുമ്പോൾ അയാൾക്കുണ്ടായി. ഒരു വിവാഹവേദിയിൽ കയറി അവിടെ വിവാഹം കഴിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന ബ്രാഹ്മണ വധുവിനെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവനാണ് ഈ സത്യവ്രതൻ. ഇതറിഞ്ഞ ആ ബ്രാഹ്മണൻ ശപിച്ചു. മറ്റുള്ളവരുടെ ദുഃഖത്തെ പരിഗണിക്കാതെ കണ്ട് സ്വന്തം സുഖം മാത്രം നോക്കി നടന്നതായ സത്യവ്രതൻ അവന്റെ പ്രവൃത്തികളൊക്കെ കണ്ട് കുലഗുരുവായ വസിഷ്ഠനും അവനെ ശപിച്ചു. അച്ഛനായ അരുണനും ശപിച്ചു. നീ ഇനി കൊട്ടാരത്തിൽ കഴിയേണ്ട, ചണ്ടാളനായി ജീവിക്കുക എന്ന് പറഞ്ഞ് അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കി. രാജ്യത്തിൽ നിന്ന്, രാജകൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. അപ്പോൾ സാമൂഹികമായ നിയമങ്ങൾ അനുസരിക്കാത്തവർ, ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കിടയിൽ വസിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഈ നാടുകടത്തലിന്റെ ഒക്കെ ഉദ്ദേശം. സാമൂഹിക നിയമങ്ങൾ അനുസരിക്കാത്തവര് ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കിടയിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അനവധി തരത്തിലുള്ള അപകടങ്ങൾ അവർക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നത് വർഷങ്ങളോളം. അവര് സമൂഹത്തിൽ സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടെങ്കിൽ അവരുടേതായ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വാസന മൂലം അപകടം സംഭവിക്കുന്നത് നിയമാനുസൃതമായി സാമൂഹികമായ താളത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന സാധാരണക്കാർക്കാണ്. അവരിൽ കൂടെ അനവധി തരത്തിലുള്ളതായ ദുരന്തങ്ങൾ ചിലപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ചെയ്തിരുന്നത് അത്തരം സ്വഭാവങ്ങളുള്ള ആളുകളെ ഒന്നുകിൽ നാടുകടത്തുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാണ്, അല്ലെങ്കിൽ ആജീവനാന്തം അഗാധമായിരിക്കുന്ന കാരാഗ്രഹവാസം. ഇത് തന്റെ പുത്രനായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അവന് ബോധ്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരുണ രാജാവ് തന്റെ പുത്രനെ രാജകൊട്ടാരത്തിൽ നിഷ്കാസനം ചെയ്ത് അവൻ ചണ്ടാളന്മാരെ ഒത്തുകഴിയുന്നതായ സ്ഥലത്താണ് ജീവിച്ചത്. ചണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെയാണ് ചണ്ടാളന്മാരെന്ന് പറയുക. അത് ജാതിവാചക ശബ്ദമല്ല. ഒരു നിയമങ്ങളെയും അനുസരിക്കൽ കൂട്ടാക്കാത്തവരാണ്. ഇത് സത്യവ്രതനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ വിശ്വാമിത്രൻ വേഗം അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, എന്റെ ചണ്ടാളത്വം മാറ്റിത്തരണം. വിശ്വാമിത്രൻ വേഗം തന്നെ വസിഷ്ഠ മഹർഷിയുടെ അരികത്തെത്തി. ഇത് ന്യായമാണോ എന്ന് ചോദിച്ചു. അരുണ രാജാവിനെ ചെന്ന് കണ്ടു. പടവൃദ്ധനായ അരുണനും അപ്പോഴേക്കും തന്റെ മകൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ വിശ്വാമിത്രൻ ഈ സത്യവ്രതന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അരുണരാജാവ് വാർദ്ധക്യ സഹജമായ പലതരത്തിലുള്ള രോഗാദികളും പിടിപെട്ടു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ശരീരത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് തപസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാലഘട്ടത്തിൽ ഈ
സത്യവ്രതനെ രാജാവാക്കി അദ്ദേഹം കാട്ടിലേക്ക് പോയി. സത്യവ്രതന് കാലാന്തരത്തിൽ ജനിച്ച പുത്രനാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രനെ രാജാവാക്കി സത്യവ്രതൻ വാനപ്രസ്ഥം സ്വീകരിച്ച കാലഘട്ടത്തിൽ വിശ്വാമിത്രനെ സമീപിച്ച് തനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞു. ആദ്യം പറഞ്ഞത് വസിഷ്ഠനോടാ. വസിഷ്ഠൻ പറഞ്ഞു ഉടലോടെ സ്വർഗം കിട്ടാനുള്ള ക്രിയാമാർഗമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ വിശ്വാമിത്രൻ അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായി. കാരണം എന്താ? തൻ്റെ കുടുംബത്തെ പരിരക്ഷിച്ച ആളാണ്. നാട്ടിൽ പ്രജകൾ മുഴുവൻ ഭക്ഷണം കിട്ടാതെ നരകയാതന അനുഭവിച്ച് മരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരെ പരിപാലിച്ചവനാണ് ഈ സത്യവ്രതൻ. അങ്ങനെയുള്ള അദ്ദേഹത്തോടുള്ള മമതാബോധം കൊണ്ട്, കടപ്പാട് കൊണ്ട്, ഉപകാരസ്മരണയായി അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗം കിട്ടുന്നതിന് വേണ്ടതായ യാഗം ആരംഭിച്ചു. സാക്ഷാൽ പരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് ചെയ്തതായ മഹായാഗം. എന്തും സാധ്യമാക്കുന്ന ശക്തിയാണ് അമ്മ. ആഗ്രഹങ്ങൾ എന്ത് പറഞ്ഞാലും ആ ആഗ്രഹങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ചു തരുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അത് അമ്മയാണ്. അമ്മയ്ക്ക് മുമ്പിൽ പറ്റില്ല, സാധ്യമല്ല എന്നൊരു വാക്കേ ഇല്ല. അച്ഛൻ ചിലപ്പോൾ പറഞ്ഞു തരും, അത് പറ്റില്ല, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരും. പക്ഷെ അമ്മ അങ്ങനെയല്ല, അത് സാധ്യമാക്കി കൊടുക്കും. അത് സാധ്യമാക്കുന്നതിന് വേണ്ടി അമ്മ എന്തും ചെയ്യും. ആ തത്വമായിരിക്കുന്ന സാക്ഷാൽ കൗശികി ദേവിയെയാണ് വിശ്വാമിത്രൻ ഉപാസിക്കുന്നത്. ഗായത്രി സ്വരൂപിണിയായി, സാവിത്രിയായി, ചിദാനന്ദാകാരം പൂണ്ടതായ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് മഹായാഗം ചെയ്ത് ഈ സത്യവ്രതന് സ്വർഗം കൊടുക്കുക എന്നതായ ആ ക്രിയ ആരംഭിച്ചു. അങ്ങനെ സത്യവ്രതൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. വിശ്വാമിത്രൻ തയ്യാറാക്കിയതായ രഥത്തിൽ സ്വർഗവിമാനം. സത്യവ്രതൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ കവാടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ നോക്കിയപ്പോൾ അതാ വരുന്നു ഉടലോടുകൂടി ഒരുത്തൻ. മനുഷ്യന്റെ ശരീരവുമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അങ്ങനെ പ്രവേശനം വേണമെങ്കിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇന്ദ്രൻ പറഞ്ഞു, നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, പോകൂ ഇവിടുന്ന് എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഈ സത്യവ്രതനെ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. സത്യവ്രതൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, തലയും കുത്തി. വിശ്വാമിത്ര മഹർഷേ, ഞാനിതാ വീഴുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞ സമയത്ത് വിശ്വാമിത്രൻ വേഗം നിൽക്കവിടെ, ആകാശത്ത് തലകുത്തി നിൽക്കുക. ഇന്ദ്രനോട് വിശ്വാമിത്രൻ ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, ഉടലോടെ സ്വർഗത്തിലേക്ക് വരാനുള്ളതായ പുണ്യമൊന്നും ഇയാൾ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ക്രിയയോ അതുകൊണ്ടൊന്നും ഇവിടേക്ക് പ്രവേശിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വിശ്വാമിത്രൻ, എന്നാ പിന്നെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ മറ്റൊരു സ്വർഗം സൃഷ്ടിക്കാൻ പറഞ്ഞു. മറ്റൊരു പാരിജാതം, ഉച്ചൈശ്രവസ്, ഐരാവതം, നന്ദനോദ്യാനം, സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വിശ്വാമിത്രൻ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോ ലോകപാലന്മാരൊക്കെ ഭയപ്പെട്ടു. കാരണം മറ്റൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ 30 കോടി ദേവതകളെയും പുനഃസൃഷ്ടിക്കലാണ്. അപ്പൊ ഇപ്പോഴുള്ളതായ പ്രപഞ്ചം അപ്രസക്തമാകും. വിശ്വാമിത്ര പ്രപഞ്ചം ഉണ്ടായി വരും. ഇതറിഞ്ഞ് ദേവന്മാരൊക്കെ പേടിച്ച് വിറച്ചു. ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു. വിശ്വാമിത്രനോട് പറഞ്ഞു, മതി മതി, അങ്ങയുടെ സൃഷ്ടി മതിയാക്കും. അപ്പൊ സൃഷ്ടിക്കാൻ തൽക്കാലം ഞാൻ ഉണ്ടല്ലോ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. എന്താ വേണ്ടത്, അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു, ഇതേ ഞാൻ വാക്ക് കൊടുത്തതാണ്, അതെനിക്ക് പാലിക്കണം, അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണം. പറഞ്ഞു, ദിവ്യ ശരീരം കൊടുക്കുക. ദിവ്യ ശരീരത്തിലൂടെ അദ്ദേഹത്തിന് സ്വർഗം കിട്ടും, അതിനുള്ള പുണ്യം വേണം. പക്ഷെ ആ പുണ്യം അദ്ദേഹം ചെയ്തിട്ടില്ലെന്നിരിക്കെ എന്ത് ചെയ്യും? ആരെങ്കിലും അദ്ദേഹത്തിന് പുണ്യം കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ടോ പുണ്യം ചെയ്യാത്ത അദ്ദേഹത്തിന്റെ ശരീരത്തെ സ്വീകരിക്കാനും തയ്യാറാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. വിശ്വാമിത്രൻ പറഞ്ഞു, എന്റെ പുണ്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം ചെയ്തു തീർക്കാത്ത പുണ്യങ്ങൾ ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന്റെ
മലിന ശരീരം ഞാൻ സ്വീകരിക്കുന്നു എന്ന്. അങ്ങനെ വിശ്വാമിത്രൻ തന്റെ പുണ്യങ്ങളെ മുഴുവൻ സത്യവ്രതന് കൊടുത്തു. സത്യവ്രതന്റെ പാപങ്ങളെ മുഴുവൻ സ്വയം ഏറ്റെടുത്തു. വെറുതെയല്ല വിശ്വാമിത്രനാണ്. തന്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അത്രയും കാലത്ത് തന്റെ തപസ്സിന്റെ പുണ്യങ്ങളെ മുഴുവൻ തന്റെ കുടുംബത്തെ പരിരക്ഷിച്ച ആ രാജാവിന് പ്രത്യുപകാരമായി കൊടുത്ത ആ രാജാവിന് പുണ്യശരീരം നൽകി സ്വർഗത്തിലേക്ക് യാത്രയാക്കി. എന്നിട്ടോ പുണ്യങ്ങൾ ക്ഷയിച്ച വിശ്വാമിത്രൻ ആ മലിന ശരീരവുമായി വീണ്ടും തപസ് പിന്നെയും തുടർന്നു ദീർഘകാലം. ഒരുപാട് കാലത്തെ തപസ് കഴിഞ്ഞ് വീണ്ടും പുണ്യങ്ങൾ ആർജിച്ച വിശ്വാമിത്രൻ തിരിച്ചു വരുമ്പോൾ അന്ന് അയോധ്യയിലെ രാജാവ് ഈ സത്യവ്രതന്റെ പുത്രനായ ഹരിശ്ചന്ദ്രനാണ്. വിശ്വാമിത്രൻ വരുമ്പോൾ കേൾക്കുന്നത് ഹരിശ്ചന്ദ്രൻ ഒരു ഘോരമായിരിക്കുന്ന കർമ്മം ചെയ്യുന്നു എന്നാണ്. യാഗം എന്ന പേരും പറഞ്ഞ് ഒരു മനുഷ്യക്കുട്ടിയെ ബലി കൊടുക്കാൻ പോകുന്നു ഹരിശ്ചന്ദ്രൻ എന്ന് കേട്ടിട്ടാണ് വിശ്വാമിത്രൻ അവിടേക്ക് എത്തുന്നത്. എന്തായി പറയും? നരബലിയോ? ഏത് ധർമ്മമനുസരിച്ചാണ് ഇത് ഇവിടെ നടപ്പിലാവുന്നത് എന്ന് ചിന്തിച്ച് വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രൻ യാഗമനുഷ്ഠിക്കുന്നതായ ശാലയിലേക്ക് കടന്നിരുന്നു. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, യാഗത്തിന്റെ യജമാനായി ഹരിശ്ചന്ദ്രൻ ഇരിക്കുന്നു. യജമാന പത്നിയായി ഹരിശ്ചന്ദ്രന്റെ പത്നിയായ ശൈബി ഇരിക്കുന്നു. പുരോഹിത സ്ഥാനത്ത് വസിഷ്ഠൻ, അനവധി ഋഷീശ്വരന്മാർ അവിടെയുണ്ട്. ഋത്വിക്കുകൾ, അധ്യക്ഷികൾ, ഹോതാക്കൾ, പ്രസ്തോതാക്കൾ, ഉദ്ഗാതാക്കൾ. ഒരു യാഗത്തിന്റെ ക്രിയാംഗങ്ങളോടുകൂടി തന്നെയുള്ളതായ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കപ്പെടുന്നു. അതിന്റെ മധ്യത്തിലാകട്ടെ യജ്ഞയൂപത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നു ഒരു ബ്രാഹ്മണ ബാലനെ. കണ്ടു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ഞെട്ടിപ്പോയി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തതായ കാരുണ്യം നടന്നു. ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. അതിന് കാരണം ആ ബാലൻ ദർഭപ്പുൽക്കയർ കൊണ്ട് കഴുത്തിൽ ബന്ധിതനായിരുന്നു. ഒരു പക്ഷേ ആ സമയത്ത് വിശ്വാമിത്രന്റെ ഉള്ളിൽ എന്ത് തോന്നിയിരിക്കണം? തന്റെ 3 മക്കളിൽ മധ്യമനെ ദർഭപ്പുൽക്കയർ കൊണ്ട് ബന്ധിച്ച് ആവണത്തിൽ വിൽക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് തന്റെ പത്നിയെ എത്തിച്ച രാജ്യത്തിന്റെ ദുർഭിക്ഷത്വം, ഘോരമായിരിക്കുന്നതായ വിധി. ഇവിടെ അതേപോലെ ദർഭക്കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഒരു ബ്രാഹ്മണ ബാലൻ യജ്ഞരൂപത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആ ബ്രാഹ്മണ ബാലനിൽ വിശ്വാമിത്രൻ സ്വന്തം മകനെ തന്നെ കണ്ടിരിക്കുന്നു. ഇത് യാഗമല്ല. യാഗത്തിന്റെ മറ്റൊരു പേര് അധ്വരം എന്നാണ്. അധ്വരം എന്ന് പറഞ്ഞാൽ ധ്വരമില്ലാത്തത്, ഹിംസയില്ലാത്ത കർമ്മങ്ങളാണ്, കർമ്മങ്ങളുടെ സമൂഹമാണ് യാഗം എന്ന് പറയുന്നത്. ഹിംസയില്ലാത്ത ക്രിയകളുടെ നൈരന്തര്യമാണ് യാഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ ബ്രാഹ്മണ ബാലനെ വധിക്കാനായി യജ്ഞരൂപത്തിൽ കെട്ടിയിട്ടപ്പോൾ അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തലകുനിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായികളായി വർത്തിക്കുന്ന ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ഹേ ഋഷീശ്വരന്മാരെ, ഹേ വസിഷ്ഠ മഹർഷേ, നിങ്ങളൊക്കെ ഏത് ധർമ്മത്തിന്റെ വക്താക്കളാണ് എന്ന് വിശ്വാമിത്രൻ ചോദിച്ചു. ഒരു രാജ്യത്തെ പരിരക്ഷിക്കേണ്ട രാജാവ് തന്നെ പ്രജകളിൽ ഒരുവനെ സ്വന്തം സുഖത്തിന് വേണ്ടിയോ സ്വന്തം
സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയോ ബലി കഴിക്കുക എന്ന് പറയുന്ന നീച കർമ്മം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് രാജാവാകുന്നത്? എങ്ങനെയാണ് ക്ഷത്രിയനാകുന്നത്? ക്ഷതാത്രായതേയഹസക ക്ഷത്രിയക എന്നാണ് ക്ഷത്രിയ പദത്തിന്റെ അർത്ഥം. ഒരു പുൽക്കൊടിത്തുമ്പിനെ പോലും രക്ഷിക്കാൻ കഴിയുന്നവനാണ്, രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റേണ്ടവനാണ് ക്ഷത്രിയൻ. വിശ്വാമിത്രന്റെ വാക്കുകൾ ആ യാഗശാലയെ ഞെട്ടിവിറപ്പിക്കുകയാണ്. അല്ലെങ്കിലും അവിടെ ഇരിക്കുന്ന പലർക്കും ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആരുടെയും നാവ് പൊങ്ങാതിരുന്നത് ഇത് ചെയ്യുന്നത് ആരാ? രാജാവാണ്, ചക്രവർത്തിയാണ് എന്നുള്ളത്. പിന്നെ അവിടെ കൂടിയിരുന്ന പലരും ഈ ക്രിയയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം ഇത് രാജാവിന്റെ ശാസനമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഹരിചന്ദ്രൻ ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് ഒരുങ്ങി? അതും പറയുന്നുണ്ട്, വളരെ മനോഹരമായി വിസ്തരിച്ച് പറയുന്ന കഥ. ഹരിചന്ദ്രൻ സന്താനങ്ങളില്ലാതെ വിഷമിച്ച കാലം അദ്ദേഹം വരുണദേവനെ പ്രാർത്ഥിച്ചു. അനപത്യത എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുഃഖമാണല്ലോ, കുട്ടികളില്ലാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ. അതും സൂര്യവംശത്തിന്റെ രാജാവ് സന്തതിയില്ലാത്തവനായല്ല, വംശം തന്നെ അറ്റുപോകും. അതിനേക്കാളും ഹരിചന്ദ്രനെ വല്ലാതെ വ്യസനിപ്പിച്ചത് തനിക്ക് സ്വർഗം കിട്ടില്ലല്ലോ എന്ന ചിന്തയാണ്. അപുത്രസ്യ ഗതിർ നാസ്തി, പുത്രനില്ലാത്തവർക്ക് ഗതിയില്ല എന്നല്ലേ പറയുക. അപ്പൊ സ്വർഗപ്രാപ്തിക്ക് ഉള്ള കവാടമാണ് പുത്രൻ എന്ന ചിന്തയോടുകൂടി ഹരിചന്ദ്രൻ വരുണദേവനെ പ്രാർത്ഥിച്ചു. അല്ലയോ വരുണദേവ, എന്റെ അനപത്യതാ ദുഃഖത്തെ ഇല്ലാതാക്കി തന്നാലും പുത്രൻ ജനിച്ചാൽ ആ പുത്രനെ തന്നെ ഞാൻ അങ്ങേക്ക് ബലിയായി നൽകാം. ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കും? ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ സ്വീകരിക്കുന്ന ദേവതകളെ എന്ത് വിളിക്കണം? ഇത്തരത്തിലുള്ള ഒരുപാട് യുക്തി ചിന്തകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിശ്വാമിത്രൻ. യുക്തി ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ യുക്തി അല്ല ഇത്. യുക്തിവാദം എന്ന് പറഞ്ഞ പദാർത്ഥ വിചിന്തനത്തിലൂടെ ഈ പറഞ്ഞതായ പുരാണ കഥകളെയോ ഭഗവത്ഗീത, മഹാഭാരതം എന്നിവയൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയോ ഒന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. പദാർത്ഥ വിചിന്തനയല്ല ഇതിലൊന്നും വേണ്ടത്. ഇപ്പൊ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകള് യുക്തി എന്ന വാക്കിന്റെ അർത്ഥത്തെ പോലും വ്യഭിചരിക്കുന്നവരാണ് എന്നാണ്. യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് യോജിക്കുന്നത് എന്തോ അതാണ് യുക്തി. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൽ യുക്തിയുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുന്നത് എൻ്റെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യുക്തിയാണ്. യുക്തിക്ക് ഒരു പൊതുവായ അളവ് പോലൊന്നുമില്ല. ഒരു സ്കെയിൽ വെച്ച് ലോകത്തിലുള്ള സകലതിനെയും അളക്കാൻ സാധിക്കുകയില്ല. സാധിക്കോ? വെള്ളം അളക്കാൻ ലിറ്ററാണ്, ഖരപദാർത്ഥങ്ങൾക്ക് കിലോയാണ് അല്ലേ? ഭൂമിയിലെ ദൂരത്തിന് കിലോമീറ്ററും മീറ്ററും ഒക്കെ ആണെങ്കിൽ നക്ഷത്രങ്ങളുടെ ദൂരത്തിന് പ്രകാശവർഷങ്ങളാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോരോ ചെറു ചെറു ചലനങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്നതായ ചില ശരികൾ, ചില സ്വാഭാവികതകൾ ഒക്കെയുണ്ട്. അത്തരത്തിൽ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്കും അവരവരുടേതായിരിക്കുന്ന ഭാവനകളാകുന്ന ചില ലോകങ്ങളുണ്ട്. എല്ലാവരെയും ഒരേ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല. സാധിക്കോ? കുറച്ചു പേര് വിശ്വസിക്കും, കുറച്ചു പേര് വിശ്വസിക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതും സംസ്കൃതി ഉണർന്നൊഴുകിയത്. ഓരോരുത്തർക്കും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ്.
പക്ഷെ അടിവരയിട്ട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസമായാലും നിങ്ങളുടെ വിശ്വാസമില്ലായ്മയായാലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുത് എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാന തത്വത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുക്തിവാദികൾ എന്ന് പറയുന്നവര് എത്രയെത്ര സമൂഹങ്ങൾ അവരവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ഈശ്വര സങ്കല്പങ്ങളെയും ഇകഴ്ത്തിക്കൊണ്ട് അതിനെയൊക്കെ താറടിച്ച് കാണിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്നവരെ മുഴുവൻ വിഡ്ഢികളെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ച് സ്വയം അവരവർ എന്തോ ആണെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല യുക്തിവാദം. യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളതായ സകലതിലേക്കും അറിവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ അറിവിനെ ഒരു കൊച്ചു കുട്ടി മുതൽ ഏറ്റവും പടുവൃദ്ധനായ ആളുകൾക്ക് പോലും, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒക്കെ അവരവരുടെ ആ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ആ അറിവുകളെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു വിചാരധാരയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ യുക്തി. ഭക്തി യുക്തിയാണ്. ഇനി വിശ്വാസം യുക്തിയല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ വ്യവസ്ഥ പോലും യുക്തിഭദ്രമല്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? കാരണം നമ്മൾ ജീവിക്കുന്ന ഈ വ്യവസ്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ജനാധിപത്യം എന്ന വ്യവസ്ഥ. നമ്മളൊക്കെ വെല്ലിന്തുമ്പത്തെ ഒരു അടയാളവുമായി ചെയ്യുന്നതായ ഒരു പ്രക്രിയയുണ്ടല്ലോ. നമ്മളെ ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ ഒരു മുദ്ര. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ആർക്കു വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ആര് ഭരിക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അവര് നമ്മളെ വേണ്ടതുപോലെ ഭരിക്കും എന്നത് ശാസ്ത്രമൊന്നുമല്ലല്ലോ, ആണോ? ഒരു വിശ്വാസമല്ല, അല്ലേ? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ ഇടയിലുള്ളതായ ഒരു വിശ്വാസമുണ്ട്. അച്ഛനമ്മമാര് മക്കളെ നോക്കണം എന്നത് ഒരു ശാസ്ത്രമൊന്നുമല്ല, അതൊരു വിശ്വാസമാണ്. വിവാഹം എന്ന് പറയുന്നത് താലി കൊണ്ട് നിശ്ചയിക്കപ്പെടുന്നതായ ഒരു ശാസ്ത്രമല്ല, ഒരു ശാസ്ത്രീയമായ കെട്ടല്ല താലി ചരട്. അതൊരു വിശ്വാസത്തിന്റെ മുദ്രയാണ്. വലിയ വലിയ യുക്തി കൂടി ഇപ്പൊ ചില പെൺകുട്ടികളൊക്കെ ചോദിക്കേണ്ട, എന്താ ആണുങ്ങളെ പെണ്ണുങ്ങളെ കെട്ടുന്നത്, താലി കെട്ടുന്ന പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ താലി കെട്ടിക്കൂടെ? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു? താലി എന്ന് പറയുന്നത് സ്വർണത്തിൽ തീർത്തതായ ഒരു മുദ്രയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ സ്വർണത്തിൽ തീർത്ത മുദ്ര കഴുത്തിൽ അണിയിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ അണിയിക്കുന്ന ഒരു മുദ്രയുണ്ട്, ഒരു സ്നേഹമുദ്ര, അല്ലേ? അത് സ്വർണമോ വെള്ളിയോ വജ്രമൊന്നുമല്ല. ആ സ്നേഹത്തിന്റെ മുദ്രയുടെ ആ മുദ്ര എന്തുകൊണ്ട് നിർമ്മിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. സ്നേഹം ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ? ഖരദ്രാവക വാതകാദികളാകുന്നതായ സകല പദാർത്ഥങ്ങളെയും അതിൻ്റെതായ സ്വഭാവത്തിൽ സ്വയം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് സ്നേഹം എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞതായ പദാർത്ഥ വിചാരവാദികളായ യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാം. കാരണം സ്നേഹം എന്ന വാക്കിനർത്ഥം സംസ്കൃതത്തിൽ പറയുമ്പോൾ എണ്ണ എന്നാണ്. സ്നേഹം. അപ്പൊ രണ്ട് വസ്തുക്കൾ, ഒരു യന്ത്രം, രണ്ട് തരത്തിലുള്ള പൽചക്രങ്ങളോട് കൂടിയ തിരിക്കാൻ സഹായിക്കുന്ന രണ്ട് യന്ത്രങ്ങളിൽ ഈ പൽചക്രങ്ങൾക്കിടയിൽ ഈ സ്നേഹം എന്ന് പറയുന്ന ഗ്രീസോ ഓയിലോ എന്തെങ്കിലും കൂടിച്ചേരുമ്പോഴാണ് ഈ പൽചക്രത്തിന്റെ പ്രവർത്തനം സുഗമമാകുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സകല പദാർത്ഥ ബോധങ്ങളെയും അവരവരുടെ രൂപമാതൃകളിൽ തന്നെ നിലനിർത്തി താളാത്മകമായി ചലിപ്പിക്കുന്നതായ ഒന്നാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അത് മനുഷ്യ ജീവിതത്തെ നയിക്കുന്ന ഒന്ന് തന്നെ.
സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നൊക്കെ കവികൾ പാടാനുള്ള കാരണം സ്നേഹമാണ് അഖിലസാര മുഴിയിൽ എന്നൊക്കെ. അപ്പൊ ഈ താലി എന്ന് പറയുന്നത് ആണ് പെണ്ണിനെ കെട്ടുന്നോ പെണ്ണ് ആണിനെ കെട്ടുന്നോ എന്ന് പറയുന്ന ക്രിയ, ഈ ക്രിയയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ക്രിയയുടെ ഭാവനാത്മകത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ക്രിയ കൊണ്ടൊന്നും യാതൊരു അർത്ഥവും ഇല്ല. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് നമ്പൂതിരിയാണ്. വിവാഹം നമുക്കറിയാം, നമ്പൂതിരിമാരുടെ വിവാഹത്തിന് കുറച്ച് 2-3 ദിവസത്തെ ചടങ്ങുകളുള്ളതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ആക്കി കുറേ ഹോമമുണ്ട്, പലതരത്തിലുള്ള ചടങ്ങുകളുണ്ട്. ഈ പട്ടന്മാർക്കിടയിലാണെങ്കിൽ വളരെ ആർഭാടമായ പല കൗതുകകരങ്ങളായ ചടങ്ങുകളുണ്ട്. ഏകദേശം അതിൻ്റെയൊക്കെ മറ്റൊരു രൂപം വൈദിക ക്രിയയായിട്ട് ബ്രാഹ്മണർക്കുണ്ട്. എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണാനായിട്ട് ചെന്നു. അപ്പോൾ ക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കും, ക്രിയയൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു വശത്തിൽ ഇങ്ങനെ അവിടെ സദ്യയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞങ്ങൾ ചെന്നു, കാര്യങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് ചോദിച്ചു. ഇപ്പോൾ ആൾ എന്നെ വേഗം സ്വകാര്യമായിട്ട് ചോദിച്ചിട്ട് അതേ മതിച്ചേട്ടാ ഒരു കാര്യം എന്ന് പറയാം. എന്താ? അതെ, നമ്മുടെ വൈദികന്മാർക്ക് എന്തോ തെറ്റുപറ്റി. അതെന്താ തെറ്റുപറ്റി? അതെ, താലി കെട്ടാൻ മറന്നു. ഞാൻ താലി കെട്ടിയില്ല, താലി കെട്ടാൻ മറന്നു. ഞാൻ ചോദിച്ചപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, ചടങ്ങൊക്കെ കഴിയുന്നത്. ശരിയാ, താലി കെട്ടാൻ മറന്നു. മറന്നതല്ല, താലി കെട്ടില്ല. നമ്മൾ സാധാരണക്കാർ പറയും കെട്ടിയോൻ എന്ന് പറയും അല്ലേ, ഇതെന്റെ കെട്ടിയോനാണ് എന്ന് നമ്മൾ പറയില്ലേ, എന്ന് വെച്ചാൽ ഭർത്താവ് എന്നല്ലേ അർത്ഥം. പക്ഷെ ഒരു നമ്പൂതിരി സ്ത്രീ ഇതാണ് എന്റെ കെട്ടിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ അച്ഛനാണ്, വരനല്ല. വധുവിനെ താലി കെട്ടുക, വധുവിന്റെ അച്ഛൻ മടിയിലിരുത്തി താലി അണിയിച്ച് ആ കന്യയെ പുരുഷന് ദാനമായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ക്രിയ. ആ താലി പിന്നെ അഴിക്കണമെങ്കിൽ ഭർത്താവ് വിചാരിച്ച് നടക്കുമോ? അത് കെട്ടി ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിച്ച ഒരാളുണ്ട്, അത് ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. ഇത്തരത്തിലുള്ള അനവധി വൈചിത്ര്യങ്ങൾ ഓരോ വിവാഹ ചടങ്ങുകളിലും ഉണ്ട്. പക്ഷെ ആ വൈചിത്ര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുവായിട്ടുള്ള ചില ചടങ്ങുകളായി മാറിയപ്പോൾ പലതിന്റെ സങ്കല്പങ്ങൾ പലതായി തീർന്നു. ചിലതൊക്കെ അതേപടി ഇപ്പോഴും തുടരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, യുക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ഈ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്ന്, ഉൾക്കൊള്ളലിന് ചില കാരണങ്ങളുണ്ട്. ചില കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അത് വലിയ ശാസ്ത്രസത്യമായത് കൊണ്ടൊന്നുമല്ല, ആണോ? അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് അതിലെ ഏതെങ്കിലും തരത്തിലുള്ളതായ നിഷ്കളങ്കമായ ഒരവസ്ഥ അതിന് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇരുന്ന് നമ്മുടെ അടുത്തിരുന്ന് വാതോരാതെ അവരുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും പറയും. പലതും പച്ച നുണകളാണെന്ന് നമുക്കറിയാം. നുണയാണ് അവർ പറയുന്നതെങ്കിൽ അവരോടുള്ള ഇഷ്ടം നമുക്ക് ഒരിക്കലും കുറയുന്നില്ല. കാരണം നമ്മൾ അവരാ പറയുന്ന അതിന്റെ ആവേശത്തോടു കൂടി പറയുന്ന അവരുടെ നിഷ്കളങ്ക ഭാവനകളെ നമ്മൾ സ്വീകരിക്കും. അവിടെയൊക്കെ ഈ യുക്തിവാദികൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ നുണകളെ ഇഷ്ടപ്പെടും, അല്ലേ? നമ്മൾ സിനിമ കണ്ട് ആസ്വദിക്കുന്നു, കരയുന്നു, സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കരയുന്നു, അല്ലെ? അപ്പൊ പിന്നെ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് അല്ല, വീട്ടിലെ കൂടോത്രപ്പെട്ടിയുടെ മുമ്പിൽ ഇരുന്ന് തോർത്തുകൊണ്ട് തോളുവിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പിഴിഞ്ഞ് കരയുകയാണ് സ്ത്രീകൾ, അല്ലേ? സ്ത്രീകൾ കൂടോത്രപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പുരുഷന്മാരൊക്കെ വേറെ കൂടോത്രം വരച്ച വേറെ വല്ല സ്ഥലത്തും പോയിരിക്കും. മുമ്പിൽ പല സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ സിനിമ കണ്ട് തുടക്കം മുതൽ അവസാനം വരെ അത് ആസ്വദിച്ച് നായകൻ ജയിക്കണം ജയിക്കണം എന്ന ആവേശത്തോടു കൂടി മനസ്സുകൊണ്ട് ചിന്തിച്ച്, എന്നിട്ട് അതിനെക്കുറിച്ച് അത് കണ്ടു കഴിഞ്ഞ് ആസ്വദിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആവേശത്തോടു കൂടി സംസാരിക്കുന്നു. സത്യത്തിൽ നമ്മൾ കണ്ടതെന്താ? വെറും കുറച്ച് പ്രകാശങ്ങളും
കുറച്ച് ശബ്ദവിന്യാസങ്ങൾ, നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ സാങ്കേതികത കൊണ്ട് തന്നെയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിന്റെ സാങ്കേതികത കൊണ്ട് സൃഷ്ടിച്ചത് ആണെന്ന് പറഞ്ഞിട്ട് അത് വല്ലത് സത്യമാണോ? ആണോ? അല്ലല്ലോ. ഒരു ഹൊറർ സിനിമ കാണുക, ശവക്കോട്ടയിൽ നിന്നൊരു അസ്ഥി കൂടെ എഴുന്നേറ്റ് വരുന്നു, നമ്മൾ പേടിക്കുന്നു. പേടിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നു. എന്നിട്ട് ഗംഭീരം, സൂപ്പർ, ആകെ ഞെട്ടി വറച്ച് പേടിച്ച് 4-5 ദിവസത്തേക്ക് ഉറക്കം കളയും. എന്നിട്ട് നമ്മൾ പറയുന്നു മനോഹരം. എന്താ കാരണം? ശാസ്ത്ര സത്യങ്ങൾ മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാനും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാനും പല കാരണങ്ങളുണ്ട്. സൗന്ദര്യമാവാം, സ്നേഹമാവാം, നിഷ്കളങ്കതയാവാം, നേരം പോക്കാവാം, അല്ലേ? ഇതൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവിടെ എന്തിനേയും ഏതിനേയും യുക്തിയുടെ ആ നേർത്ത മുള്ളുകൊണ്ട് കീറി മുറിച്ച് നിങ്ങളൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി കുറെ പേര് നടന്നിട്ട് ഈ പുരാണ കഥകളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് മഹാത്മാക്കളുടെ വാചകങ്ങൾ എന്ന് പറഞ്ഞ് ആ മഹാത്മാക്കള് കേട്ടിട്ട് പോലും ഇല്ലാത്ത വാചകങ്ങള് അവരുടെ പേരിൽ ചാർത്തി കൊടുക്കുന്നു. ബുദ്ധനൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ബുദ്ധനൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ബുദ്ധൻ യഥാർത്ഥത്തിൽ വൈദിക ധർമ്മത്തിൽ തന്നെ നിലനിൽക്കുന്നതായ ചില ആശയങ്ങളെ പ്രത്യേകമായി എടുത്ത് പ്രചരിപ്പിച്ച ഒരാളാണ്. അത് പിന്നീട് ബുദ്ധമതമായി പരിണമിച്ചു. ദ ഗോഡ് ഈസ് വിത്ത്, ശൂന്യത എന്ന് പറയുന്ന പുരാണത്തിൽ തന്നെ പറയുന്നതാണ്. നാസദാസി സദാസീനം എന്ന് പറയുന്ന ആ സങ്കല്പത്തിലുള്ള ശൂന്യത എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ശൂന്യത എന്ന് പറയുന്നതായ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്നതായ ഒന്നുമില്ലായ്മയെ ഈശ്വരനായി കാണണം, അല്ലെങ്കിൽ അതാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണം എന്നൊക്കെയുള്ള പ്രപഞ്ചത്തിലെ സത്ത് എന്ന് പറയുന്നത് ഇല്ല എന്നും അസത്താണ് പ്രപഞ്ചം എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ച ബുദ്ധന്റെ ആശയങ്ങളെ സ്വീകരിച്ചവരായ ആളുകൾ അഷ്ടാംഗമാർഗ പദ്ധതികളിൽ ഗോഡ് ഈസ് വിത്ത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ആ ഗുരുവിനെ പിടിച്ച് ദൈവമാക്കി. ദൈവമില്ല എന്ന് പറഞ്ഞ ആളെ പിടിച്ച് ദൈവമാക്കി. സ്വർണം കൈകൊണ്ട് തൊടരുത് എന്ന് പറഞ്ഞ ആളുടെ പേരില് സുവർണ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് പുരാണങ്ങളൊക്കെ വ്യാഖ്യാനിക്കും. ഇപ്പൊ പുതിയ പുതിയ ചരിത്രകാരന്മാരുടെ തീസിസുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. എന്തെടുത്താലും അവരൊക്കെ ഇതിനെയൊക്കെ ബുദ്ധനാണ്, ബുദ്ധമതം. കേരളത്തിൽ മുഴുവൻ ബുദ്ധമതമായിരുന്നു. ഇങ്ങനെ എന്തിനേയും ഏതിനേയും ബുദ്ധനോട് ചേർത്ത് കെട്ടിയാൽ എന്തോ ചരിത്രമായി എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഹിന്ദു സങ്കല്പങ്ങളെ മുഴുവനും മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നിട്ട് പറയും ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു, വടക്കുംനാഥൻ ജൈനക്ഷേത്രമായിരുന്നു. എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ പറയുന്നത്? പുരാണങ്ങളിൽ ബുദ്ധനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ ബ്രഹ്മവൈവർത്ത പുരാണം, ബ്രഹ്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, അങ്ങനെ പല പുരാണങ്ങളും വായിച്ചു പോകുമ്പോൾ അതിൽ വ്രതങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ വിശേഷമായി ബുദ്ധദ്വാദശി വ്രതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധദ്വാദശി വ്രതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ വ്യാഖ്യാനിച്ച ആളുകൾ എഴുതി, ഇതേ ഇവിടെ ബുദ്ധന്റെ പേരിലൊരു വ്രതമുണ്ട്. ഈ ബുദ്ധൻ എന്ന പദം അതിനു മുമ്പേ പുരാണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ബുദ്ധൻ എന്ന പദം ഉപയോഗിച്ചത് ഈ ശുദ്ധോദന പുത്രനായിരിക്കുന്ന ഗൗതമ ബുദ്ധൻ എന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന ഈ ബുദ്ധസങ്കല്പത്തിലല്ല ഈ ബുദ്ധപദം ഉപയോഗിച്ചിരിക്കുന്നത്. സാക്ഷാൽ ശ്രീ പരമേശ്വരനെ സ്തുതിക്കുന്ന സ്തോത്രങ്ങളിൽ ബുദ്ധപദമുണ്ട്.
ഈ ദ്വാദശി വ്രതത്തിന്റെ കഥ പറയുമ്പോൾ അതിലൊരു രാജാവ്, അദ്ദേഹം നായാട്ടിനായി പോവുകയും നായാട്ട് ചെയ്ത് വഴിതെറ്റി തളർന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം കിടന്ന് അവശനായി ഉറങ്ങി. ആ സമയത്ത് അവിടെ കുറെ കൊള്ളക്കാർ വന്നു. ഈ കൊള്ളക്കാര് ഈ രാജാവിനെ കൊന്ന് രാജാവിന്റെ കയ്യിലുള്ള സമ്പത്തൊക്കെ അപഹരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പെട്ടെന്ന് രാജാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ രാജാവിന്റെ ഉള്ളിൽ നിന്ന് സാക്ഷാൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട ആ ഭഗവതി വന്നവരായ കൊള്ളക്കാരെ മുഴുവനും നിശേഷം വധിച്ചു. കുറച്ചു കഴിഞ്ഞ് രാജാവ് ഉണർന്നു നോക്കിയപ്പോൾ തന്റെ ചുറ്റും കൊള്ളക്കാരൊക്കെ മരിച്ചു കിടക്കുന്നുണ്ട്. അത്ഭുതമായി അദ്ദേഹം വേഗം നടന്നു ഒരു ആശ്രമത്തിലെത്തി അവിടെ മഹർഷിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹർഷി പറയുകയാണ്, അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. ആ ദ്വാദശി വ്രതത്തിന്റെ മഹിമ കൊണ്ട് അങ്ങയുടെ ഉള്ളിൽ എപ്പോഴും ദേവി വർത്തിച്ചു. ആ ദേവിയാണ് ഈ കൊള്ളക്കാരൻ അങ്ങയെ രക്ഷിച്ചത് എന്നാണ് കഥ. അങ്ങനെ ദ്വാദശി വ്രതത്തിന്റെ മാഹാത്മ്യം, ഭഗവതി നമ്മളിൽ സ്ഥിരയാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ബുദ്ധദ്വാദശി എന്ന പേര് വന്നത്? അത് ബുദ്ധനെ കുറിച്ചുള്ള ദ്വാദശി ആയതുകൊണ്ടല്ല. ബുദ്ധമതത്തിനർത്ഥം ഉണർവ് എന്നാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളിൽ ഉണർന്നിരിക്കുന്നതായ യാതൊരു തത്വമുണ്ടോ ആ തത്വമാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ഉപയോഗിച്ച ഒരു പദമാണ് ബുദ്ധപദം. അത് ഈ പുരാണങ്ങളിലെ കഥകളൊക്കെ പറയും അടുത്ത ഇനി കലികാലം പിറക്കുമ്പോ ബുദ്ധാവതാരം ഉണ്ടാവും എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ശുദ്ധോദനപുത്രനായ ബുദ്ധന്റെ അവതാരം ഉണ്ടാവും എന്നല്ല. ഇനി ആണെങ്കിൽ തന്നെ അതിൽ പറഞ്ഞത് ഈ ബുദ്ധ സങ്കല്പത്തെ പറഞ്ഞത് ബോധമുണർന്ന കലികാലത്തിൽ കലുഷമായ ബുദ്ധിയോടുകൂടിയ ആളുകൾക്കിടയിൽ വിവേകം ഉണർന്ന ജ്ഞാന സ്വരൂപികളായിരിക്കുന്ന ഗുരുക്കന്മാരുണ്ടായി വരും. അവരിലൂടെ വരും കാലത്തിന് വേണ്ട വരും യുഗ ആരംഭത്തിലേക്ക് വേണ്ട ധർമ്മങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നാണ്. അപ്പൊ എന്തൊക്കെയാണോ പുരാണങ്ങളിൽ പറഞ്ഞത് ആ പുരാണങ്ങളിൽ പറഞ്ഞ തത്വങ്ങളെ ഒക്കെ സ്വാംശീകരിക്കുകയാണ് ബുദ്ധമതവും ജൈനമതവും ചെയ്തത്. കാരണം ഇവിടെ ആഴത്തിൽ വേരൂന്നിയതായ ഒരു സംസ്കൃതി ഉണ്ടെങ്കിൽ ആ സംസ്കൃതിയെ സ്വീകരിച്ചിട്ട് വേണം പുതിയ പുതിയ ആശയങ്ങൾക്ക് വളരാൻ. അല്ലേ? അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പുരാണങ്ങളിൽ പറഞ്ഞ ഈ ബുദ്ധാവതാരത്തെയും ശുദ്ധോദനമതത്തെയും ഒക്കെ സ്വീകരിച്ച് അതൊക്കെ അവരുടെ ഈ പറയുന്നതായ സിദ്ധാർത്ഥനിൽ നിന്ന് ബോധോദയമുണ്ടായി ക്രൂരന്മാരായ രാജാക്കന്മാരെ പോലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കത്തക്ക വിധമുള്ള ഉദ്ബോധനങ്ങൾ നടത്തിയതായ മഹാഗുരുവിന്റെ പിന്മുറക്കാരെ, ആ മഹാഗുരുവിന്റെ പേരിൽ അനവധി 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 ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ സ്വാംശീകരിച്ച് അതിന് മാതൃകയായി സ്വീകരിച്ചത് ഈ വേദങ്ങളും പുരാണങ്ങളുമാണ്. അതുകൊണ്ടാണ് ബുദ്ധന്റെ 400 ജന്മങ്ങളെ കുറിച്ച് പറയുന്ന ദശരഥ ജാതകം. അതിൽ ശ്രീരാമാവതാരം പോലും ബുദ്ധന്റെ അവതാരമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഹിന്ദുക്കളൊക്കെ ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കിയെന്ന്. അങ്ങനെയല്ല, തിരിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സംഭവിച്ചത് അതാണ്. കഥാസരിസാഗരം ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയത് വേറൊന്നും കൊണ്ടല്ല. അതിന് 2-3 ദിവസം മുമ്പ് ഞാനൊരു സിനിമ കണ്ടിരുന്നു, തമിഴ് സിനിമ. അത് വളരെ സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയുണ്ടാവും. ആ സിനിമയുടെ പേര് ഈച്ച. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്നും പേര് കുറേ പേര്. അപ്പൊ ഇനി പറയാനില്ല. ഒരു കാമുകനും കാമുകിയും, അതിൽ കാമുകൻ കൊല്ലപ്പെടുന്നു. ആ കാമുകൻ എന്നിട്ട് ഒരു ഈച്ചയായി ജനിക്കുന്നു. തന്നെ കൊന്നവരോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ആ കാമുകൻ ഈച്ചയായി വില്ലന്റെ പിന്നാലെ കൂടുന്നു. വില്ലൻ ഈച്ചാശല്യം മൂലം വില്ലന്റെ സകലത്ത് നശിച്ച് നാറാണക്കല്ലെടുക്കുന്നു. അവസാനം കാമുകി ഈ ഈച്ച തന്റെ കാമുകനാണെന്ന് തിരിച്ചറിയുന്നു. ആ ഈച്ചയെ കാമുകി സഹായിക്കുന്നു. അല്ലേ? ഇതല്ലേ കഥ. ഞാനും വളരെയധികം ആസ്വദിച്ചോ. മനോഹരം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കഥ സിനിമയിൽ വന്നിട്ട് കാണാൻ കഴിഞ്ഞത് ഭാഗ്യം എന്നൊക്കെ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഥാസരിസാഗരം വായിച്ചു. അപ്പൊ അതിലുണ്ടറാ ഒരു ബ്രാഹ്മണൻ, ഇതുപോലൊരു കാമുകന്മാര്, കാമുകൻ മരിക്കുന്നു, കാമുകൻ എന്നിട്ട് ഈച്ചയാവുന്നു. ഈച്ചയായ കാമുകൻ ഒരു ശിവക്ഷേത്രത്തിലെ ബ്രാഹ്മണരൊക്കെ കൂടിയിരിക്കുന്നതായ ഒരു സദ്യയിലെ
അവിടെ രാജകുമാരിയുണ്ട്. ഈ രാജകുമാരിയാണ് തൻ്റെ കാമുകി എന്ന് തിരിച്ചറിഞ്ഞ് ഈച്ച ആ രാജകുമാരിയോടൊപ്പം ചേരാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് അവിടെ ചുറ്റിപ്പറന്ന് നടക്കുമ്പോൾ ഈച്ചയുടെ ശല്യം കാരണം മഹർഷിമാരായ ഈച്ചയെ പിടിക്കുന്നു. എന്നിട്ട് അതിനെ നോക്കിയപ്പോൾ ആ മഹർഷിക്ക് മനസ്സിലാവുന്നു ഇത് പൂർവ്വജന്മത്തിലൊരു മനുഷ്യനായിരുന്നു. രാജകുമാരിയോട് പറയുന്നു, അല്ലെങ്കിൽ രാജകുമാരി ഇത് അങ്ങയുടെ കാമുകനാണെന്ന് പറയുമ്പോൾ രാജകുമാരി വേഗം തൻ്റെ കാമുകനെ തിരിച്ചെടുക്കാൻ വേണ്ടി മഹർഷിമാരോട് പ്രാർത്ഥിക്കുന്നു. മഹർഷിമാര് ഭസ്മം മന്ത്രം ജപിച്ച് തളിക്കുന്നു, ഈച്ച മരിക്കുന്നു. വീണ്ടും അടുത്ത ജന്മത്തിൽ രാജകുമാരനായി ജനിച്ച് രാജകുമാരിയോട് ചെയ്തു. ഇനി കുറെ കാലം കഴിഞ്ഞ് ഇവിടെ ഈ പറഞ്ഞതായ ചരിത്രകാരന്മാർ എഴുതി വെക്കും, പണ്ട് കഥാസരിസാഗരം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ഒരു പുരാണം ഉണ്ടാക്കി, പുരാണ കഥകളുടെയൊക്കെ ഒരു സമാഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈച്ചയുടെ ഒരു കഥയുണ്ട്. അത് അന്നത്തെ കാലത്ത് തമിഴിലിറങ്ങിയ ഒരു സിനിമയുടെ കോപ്പിയടിയാന്ന് അവർ എഴുതി വെക്കും. അതുപോലെയാണ് ഇവിടെ ബുദ്ധമതത്തെ കുറിച്ച് എഴുതി വെക്കുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധനും ജൈനനുമൊക്കെ ഈ വേദത്തെയും ഈ ഉപനിഷത്തുകളെയും പുരാണങ്ങളിൽ ആശയങ്ങളെയും ഒക്കെ തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷെ അവർ കർമ്മകാണ്ഡത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിൽ ജ്ഞാനകാണ്ഡത്തെ സ്വാംശീകരിച്ചു. അതാണ് ഉണ്ടായത്. അപ്പൊ എന്തിനാണ് ഇതിനെ എല്ലാറ്റിനെയും ബുദ്ധനോട് ചേർത്ത് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ളതായ ചില ആളുകളുടെ സ്വാർത്ഥമായ ചില താല്പര്യങ്ങളാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഹരിശ്ചന്ദ്രൻ തനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ തന്നെ ബലി കൊടുക്കാമെന്ന് പറഞ്ഞു. ക്രിയാകാണ്ഡത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനമാണ് കർമ്മഠത്വം എന്ന് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് പറയും. ക്രിയകളൊക്കെ മഹത്വമുള്ളതാ, പക്ഷെ ആ ക്രിയകളിൽ ഭാവനകൾ ലോകോപകാരപ്രദമാവണം. എനിക്ക് നേടണം എന്ന് ആഗ്രഹിച്ച് ക്രിയകളുടെ സ്വഭാവങ്ങൾ കർക്കശം കൂടി വരുമ്പോൾ ആ ക്രിയകളാണ് ഈ പറഞ്ഞ മാതിരി ആഭിചാരവും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടായാലും എനിക്ക് എൻ്റെ കാര്യം നേടണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയി തിരുമേനി ശത്രുസംഹാരം ഒരു 10 എണ്ണം ചെയ്തോ അടുത്ത ആഴ്ച അവൻ എനിക്ക് നടക്കരുത് എന്നൊക്കെ പറയുന്നു. പിന്നെ ചിലർ വന്ന് ചോദിക്കും, അല്ലെങ്കിൽ ശത്രുസംഹാരം ചെയ്യണം തിരുമേനി, അതിനിപ്പോ എൻ്റെ നാടും പേരും വേണോ അതോ അവൻ്റെ നാടും പേരും വേണോ? നിങ്ങൾക്കുണ്ടോ അങ്ങനെ സംശയം? ശത്രുസംഹാരം എന്ന് പറഞ്ഞ ആത്മൈവ വിപുരാത്മന എന്നതാണ് സങ്കല്പം. അവനവന്റെ ഉള്ളിലെ ശത്രുവിനെ അവനവൻ തന്നെ നശിപ്പിക്കണം. അഹങ്കാരം, മതം, മാത്സര്യം മുതലായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ശത്രുക്കൾ. പിന്നെയോ നമുക്ക് ആർക്കെങ്കിലും നമ്മളോട് ശത്രുത തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമാരാ? വഴി കൂടെ പോണവർ നമ്മുടെ ശത്രുക്കളാവില്ലല്ലോ. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, അതിന്റെ പിഴവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ചിന്തയും ഒക്കെ നേരെയാവാനാണ് ശത്രുസംഹാരം. പിന്നെയുമുണ്ട് നമുക്ക് മറ്റു പലരോടും ശത്രുത തോന്നാം. അതുകൊണ്ട് അതിനെന്താ കാരണം? അസൂയ, കുരുട്ട്, കുശുമ്പ്, അമിതമായ ആഗ്രഹങ്ങൾ, അതൊക്കെ ഇല്ലാതാക്കി തരണേ എന്നുള്ള എത്ര മഹത്തരമായ പ്രാർത്ഥനയാണ് ശത്രുസംഹാരം. ഇനിയുമുണ്ട് വേറൊരു തരത്തിലുള്ള ശത്രുസംഹാരം. നമ്മളോട് മാത്രമല്ല ലോകത്തോട് മുഴുവൻ ഘോരമായിരിക്കുന്ന ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തിട്ടും അവരൊക്കെ വലിയ കേമന്മാരെ നിൽക്കുന്നത് കാണുമ്പോൾ അവരെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച അധികാരം കൊണ്ടോ ബലം കൊണ്ടോ നമുക്ക് അത്തരത്തിലുള്ള ഘോരരൂപികളായ രാക്ഷസന്മാരെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വേദനയോടുകൂടി അവരെ ശത്രുക്കളായി കണ്ട അത്തരത്തിലുള്ള ദുഷ്ടമനസ്സുകളെയൊക്കെ നശിപ്പിച്ചു കളയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതും ശത്രുസംഹാരം തന്നെയാണ്. അത് വലിയ തെറ്റൊന്നുമില്ല. രാവണാദികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ദേവന്മാർ പ്രാർത്ഥിച്ചതുപോലെ, ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിന് മുഴുവൻ ദുഷ്ടത ചെയ്യുന്ന കണ്ണിൽ കാണുന്നവരെയൊക്കെ ഏതിൻ്റെയെങ്കിലും അധികാരത്തിൻ്റെയോ ബലത്തിൻ്റെയോ മതത്തിൻ്റെയോ ചിന്തയുടെയോ ആദർശത്തിൻ്റെയോ ഒക്കെ പേരിൽ കുത്തിക്കൊല്ലാൻ മടിയില്ലാതെ ഞെളിഞ്ഞു നടക്കുന്നവരായ ആളുകൾ, അവരോടൊന്നും പ്രതികരിക്കാൻ നമുക്ക് സാധിക്കാതാവുമ്പോൾ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ ദുഷ്ടാത്മാക്കൾ ഭൂമിയിലെ സ്നേഹത്തിന്റെ താളം തെറ്റിക്കുന്നു, ഭഗവാനെ അവരെയൊക്കെ നേർവഴിക്ക് നടത്താൻ അവിടുന്ന് തന്നെ അവതരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ളതായ ശത്രുസംഹാരങ്ങളുണ്ട്. അതും തെറ്റൊന്നും. ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞതായ താന്ത്രിക ക്രിയകളിലൊക്കെ കാണാൻ സാധിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു ആത്മീയ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, സാമൂഹിക ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനെ ആ രീതിയിൽ കാണും. അതല്ലാതെ തൻകാര്യം നേടാൻ മറ്റുള്ളവർ നശിച്ചാലും അവരുടെ കണ്ണീര് ഭൂമിയിൽ വീണാലും കുഴപ്പമില്ല, എനിക്ക്
എനിക്ക് എന്ന ചിന്തയോടുകൂടി ചെയ്യുന്ന ക്രിയകൾ, അതിനെയാണ് കർമ്മഠത്വം എന്ന് പറയുക. അത്തരം ക്രിയകളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ടും അത്തരം ക്രിയകളുടെ വ്യർത്ഥതകളെ സൂചിപ്പിച്ചുകൊണ്ടുമാണ് ഈ പറഞ്ഞ ജൈന ബുദ്ധ ചിന്തകളൊക്കെ വന്നത്. പക്ഷെ അതിനേക്കാളും അവർ തന്നെ ഈ പറയുന്ന ക്രിയകളുടെ ഭാഗമായി മാറി. എത്രയെത്ര വിഭാഗങ്ങളായി മാറി ബുദ്ധമതവും ജൈനമതവും. ഏറ്റവും കൂടുതൽ ഈ ആഭിചാര ക്രിയകളും ബ്ലാക്ക് മാജിക്കുകളും പലതും കൊണ്ട് നടക്കുന്ന അതിൻ്റെ പിന്തുടർച്ചയിലുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ എല്ലാ മതത്തിലും എല്ലാ ചിന്തകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ അങ്ങനെയാണ്. നമ്മളെല്ലാവരെയും നിസ്വാർത്ഥരാവണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും നിസ്വാർത്ഥമായി ജീവിക്കാനൊന്നും സാധിക്കില്ല. നമുക്കുമുണ്ട് നമ്മുടേതായ ചിന്തകളില്ലേ. എൻ്റെ എന്ന തോന്നലുണ്ട്. എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ സമ്പത്ത്, അല്ലേ? ആ ചിന്തകളൊക്കെ നമുക്കുണ്ടായിരിക്കും. പക്ഷെ പരദ്രോഗ ചിന്ത അത് ഇല്ലാതിരിക്കാൻ നമുക്ക് ആവുന്നത്ര പരിശ്രമിക്കാം. ഇവിടെ ആ കർമ്മഠത്വത്തിന്റെ ഏറ്റവും ദയനീയമായ ഒരു രംഗമാണ് ഹരിചന്ദ്രനിലൂടെ നമുക്ക് വരച്ചു കാണിച്ചിരുന്നത്. കുട്ടി ജനിച്ച അനവത്യത തീർന്നു, സ്വർഗം കിട്ടാനുള്ള വാതിൽ തുറന്നു, അല്ലെ? ഇനിയിപ്പോൾ ആ കുട്ടിയെ ബലി കഴിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഈശ്വരന് ദേവന് വാക്കുകൊടുത്ത ഹരിചന്ദ്രന്റെ കഥയാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വരണം വന്നിട്ട് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടി ജനിച്ചില്ലേ, അതിനെ ബലി തരൂ. ഓ, ഹരിചന്ദ്രൻ പറഞ്ഞ അല്ല, കുട്ടി ജനിച്ചിട്ടല്ലേ ഉള്ളൂ, 10 ദിവസം കഴിയണം ശുദ്ധിയൊക്കെ കഴിയണമെങ്കിൽ, അല്ലേ? കൊലയൊക്കെ കഴിഞ്ഞ് ശുദ്ധിയൊക്കെ ആയാലല്ലേ കുട്ടി എൻ്റേത് എന്ന് പറയാൻ സാധിക്കൂ. അത് കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു. വരണം പോയി. ഹരിചന്ദ്രനുണ്ടോ ഈ കുട്ടിയെ കൊടുക്കാൻ തോന്നി? അതുവരെ ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള ചിന്തയുണ്ടായുള്ളൂ. ഇപ്പൊ കുട്ടി ഉണ്ടായപ്പോഴാണ് അവന്റെ മുഖം, അവന്റെ ചിരി, അവന്റെ സാന്നിധ്യം, ഇതൊക്കെ ഹരിചന്ദ്രനിൽ എന്തെന്നില്ലാത്ത മമതയും ഉണർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞു, വരുണം വീണ്ടും വന്ന് അപ്പം പറഞ്ഞ അല്ല, നാമകരണാദികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. പക്ഷെ വാതിൽപ്പുറപ്പാടും കഴിഞ്ഞു. ഇനിയിപ്പോ 1-ാം പിറന്നാളൊക്കെ ആഘോഷിക്കട്ടെ, ചോറ് കൊടുക്കട്ടെ, അന്നപ്രാശനാദികളൊക്കെ വേണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാരണം പറഞ്ഞ് വരുണനെ പിന്നെയും പറഞ്ഞു. പിന്നെയും വരണമെന്ന് അപ്പം പറഞ്ഞു അല്ല, ബാലനാണ്, അവൻ ഉപനയനം കഴിച്ച് വേദജ്ഞാനം നേടിയാലല്ലേ എൻ്റെ പാരമ്പര്യത്തിന്റെ അവകാശിയാവുള്ളൂ. അപ്പോഴല്ലേ അവന്റെ ജീവിതം, അവന്റെ പൂർണ്ണതയുണ്ടാവും. ബുദ്ധിക്കും ശരീരത്തിനും പൂർണ്ണതയുള്ള ഒന്നിനെ വേണമല്ലോ ബലി കൊടുക്കാൻ. ഇങ്ങനെ ഈ അവസാനം നടന്നതായ സംഭാഷണമാകട്ടെ ഈ ഹരിചന്ദ്രന്റെ പുത്രൻ ഒളിച്ചു നിന്ന് കേൾക്കുകയും ചെയ്തു രോഹിതൻ. അത് കേട്ടപ്പോൾ രോഹിതന് പേടിയായി. എന്നെ അച്ഛൻ ബലി കൊടുക്കാവോ എന്ന് പേടിച്ചിട്ട് രോഹിതൻ നാടുവിട്ട് കൊടുത്തു. അതോടുകൂടി ഹരിചന്ദ്രന് മഹോദരം എന്നതായ ഘോരമായ അസുഖം പിടിപെട്ടു. വയറിങ്ങനെ വലുതായി വരിക, നീർക്കെട്ടി അസഖ്യമായ വേദന, ഊണില്ല, ഉറക്കമില്ല. വസിഷ്ഠരോട് ചോദിച്ചു എന്താ ചെയ്യാ വസിഷ്ഠ? ഇത് വരുണന്റെ ശാപമാണ്, വരുണ കോപമാണ്. ദേവതയ്ക്ക് ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കട്ടെ. അത് വാക്ക് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ വാക്ക് കൊടുക്കട്ടെ, അല്ലേ? വായിൽ തോന്നിയതൊക്കെ ദേവനോട് ഞാൻ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലേ, ഇല്ലേ? അങ്ങനെയല്ലേ ചില സമയത്ത് ഈ ജ്യോതിഷ വിധി പ്രകാരം പ്രശ്നങ്ങളൊക്കെ നോക്കും. അപ്പൊ ഈ പ്രശ്നം നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങള് മുന്നോട്ട് പോകുന്നില്ല, ക്രിയ മുന്നോട്ട് പോകാണ്ടാവുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും, നിങ്ങൾ വല്ല വഴിപാട് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ, മനസ്സുകൊണ്ട് വല്ലതും നേർന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് അത് തരാം, എത്രയും വേഗം ചെയ്യാം എന്ന് പറഞ്ഞ് വല്ല പൈസയൊക്കെ ഉഴിഞ്ഞു വെച്ച് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെയൊക്കെ ആവാം. അപ്പം അങ്ങനെ ഒരിക്കൽ ഇതുപോലെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്, അപ്പം അത് ചെയ്യാമെന്ന് പറയൂ. അല്ല, അത് ചെയ്യാൻ പറ്റില്ല. അതെന്താ? അത് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അതെങ്ങനെയാണ് ശരിയാവുക? ഒരു വഴിപാട് നേർന്നാൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അമ്പലക്കാർ പറഞ്ഞു. അത് ശരിയല്ലല്ലോ. ഏതാ പറ്റില്ല ചേർന്ന ഗുരുവായൂരാണ്. ഗുരുവായൂർ എന്ത് വഴിപാട് നേർന്നത്? തുലാഭാരം. തുലാഭാരം, അതിനിപ്പോൾ എന്താ കുഴപ്പം? എത്ര കാര്യങ്ങൾ ചെയ്തു, അല്ലേ? എന്തൊക്കെ കൊണ്ട് തുലാഭാരം നടത്താറുണ്ട്? കായപ്പഴം കൊണ്ട്, പുസ്തകം കൊണ്ട്, ശർക്കര കൊണ്ട്, പാല് കൊണ്ട്, വെള്ളം കൊണ്ട്, ഇളനീര് കൊണ്ട്. അതൊക്കെ ഓരോ ഭക്തന്മാരുടെ സങ്കല്പമല്ലേ? നിങ്ങളത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് വേഗം ചെയ്യണം. എന്താ നിങ്ങൾ സങ്കല്പിച്ച് ചോദിച്ചു? അത് വേറൊന്നുമല്ല, ഞാൻ സങ്കല്പിച്ചത് മൈപ്പീലി കൊണ്ട് തുലാഭാരം. നന്നായില്ലേ? പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവും. ദേശീയ പക്ഷിയാണ് മയില്. അപ്പൊ ഓരോന്നും ഇങ്ങനെ ഈശ്വരന്മാരോട് പറയുമ്പോൾ ഒരു സാമാന്യം
ഒന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ വഴിപാടുകളൊക്കെ നിശ്ചയിക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പൊ വരുണനോട് ഈ ഹരിചന്ദ്രൻ ചെയ്ത എന്താ, സ്വന്തം മകനെ തന്നെ ബലി കൊടുക്കാമെന്നൊരു വാക്ക്. വരുണന്റെ കോപം തീർക്കാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, മറ്റാരെങ്കിലും മകനായി സങ്കല്പിച്ച് ബലി നൽകാം. പുത്രൻ എങ്ങനെയൊക്കെ പുത്രനാവാം? സ്വന്തം പുത്രനാവാം, വില കൊടുത്തു വാങ്ങി ഒരാളെ പുത്രനാക്കാം. ആപത്തിൽ നിന്ന് രക്ഷിച്ചാൽ ആ രക്ഷിക്കുന്നവന്റെ പുത്രഭാവം രക്ഷിക്കപ്പെടുന്നവന് വന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പുത്രന്മാരെ നമുക്ക് സങ്കല്പിക്കാം. അന്ന് രാജാവല്ലേ, സമ്പത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാട്ടിലെ ആരെങ്കിലുമൊക്കെ സ്വന്തം പുത്രനെ തരാതിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അപ്പൊ വിളംബരം ചെയ്ത് 1000 പശുക്കളെയും 1000 സ്വർണ്ണനാണയങ്ങളും തരാം, ആരെങ്കിലും അവരവരുടെ പുത്രനെ രാജാവിന്റെ പുത്രനായി കൊടുക്കണം എന്നായിരുന്നു വിളംബരം. ആ നാട്ടിൽ അജീകർത്തൻ എന്നൊരു ബ്രാഹ്മണൻ വളരെ ദുഃഖം അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് കഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. വിളംബരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ 3 മക്കളിൽ മധ്യമനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. കിങ്കരന്മാർ വന്നപ്പോൾ മൂത്തവനെ അച്ഛൻ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്രിയകളൊക്കെ ചെയ്യേണ്ടവനാണ്, അത് കാരണം ഇവനെ ഞാൻ തരില്ല എന്ന് മൂത്തവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ താഴെയുള്ളവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവനെ അമ്മയെ വിട്ട് നിൽക്കാറായിട്ടില്ല എന്ന്. അപ്പൊ മധ്യമൻ ആലോചിച്ച, എന്നെ അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട, ഞാൻ പോയേക്കാം, അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് ദാരിദ്ര്യം തീരുമല്ലോ എന്ന് അവനും വിചാരിച്ചു. അവന്റെ പേരാണ് ശുനശേഖരൻ. ആ ശുനശേഖരനെ രാജാവ് പുത്രനായി ദത്തെടുത്തു. അതാ ആ ശുനശേഖരനെയാണ് ഇവിടെ ദർഭപ്പുല്ലിന്റെ കയറിനാൽ കെട്ടിയിട്ടിരിക്കുന്ന യജ്ഞരൂപത്തിൽ. ആ ബ്രാഹ്മണ ബാലനെ കണ്ടപ്പോൾ വിശ്വാമിത്രന് തൻ്റെ പുത്രനെ ഓർമ്മ വന്ന് കാണണം അല്ലേ? ദാരിദ്ര്യം കൊണ്ട് തൻ്റെ ഭാര്യ സ്വന്തം പുത്രനെ ദർഭക്കയറ് കൊണ്ട് കെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചപ്പോൾ ആ അമ്മയുടെ ഹൃദയം എത്രത്തോളം വിങ്ങിപ്പൊട്ടിയോ, ആ കഥ കേട്ട് വിശ്വാമിത്രന്റെ ഹൃദയം എത്ര വിങ്ങിപ്പൊട്ടിയോ, അതേ അവസ്ഥ ഇപ്പോൾ വിശ്വാമിത്രൻ വന്നു ചേർന്നിരിക്കുന്നു. മാത്രമല്ല 2 പേരും ഇത് ചെയ്യാൻ കാരണം ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യത്തിന് കാരണമോ ഭരിക്കുന്നവർ ചെയ്തതായ പ്രജാദ്രോഹമാണ്. വിശ്വാമിത്രന്റെ കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തിന്റെ കാരണക്കാരൻ സത്യവ്രതൻ തന്നെയാണ്. അവൻ ചെയ്തതായ ദുഷ്ടകർമ്മങ്ങൾ, കല്യാണം നടക്കുന്ന പന്തലിൽ ചെന്ന് വധുവിനെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരിക, തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന അധികാരവും ബലവും ഉള്ളത് കൊണ്ട് കാണിച്ചതായ ഡംഭിന്റെ ഫലം, ഭരിക്കേണ്ടവർ പ്രജകളെ ദ്രോഹിച്ചതിന്റെ ഫലം. ദാ ഇപ്പൊ ഹരിചന്ദ്രനോ അതേപോലെയുള്ളതായ ഒരു പ്രജാദ്രോഹത്തെ തന്നെയല്ലേ ചെയ്യുന്നത് എന്നാണ് വിശ്വാമിത്രൻ ചോദിക്കുന്നത്. ഇതെങ്ങനെ യാഗമാവും? മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്നതായ ക്രിയകൾ എങ്ങനെയാണ് ദേവതകൾ സ്വീകരിക്കുക? ആരാണ് നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു തന്നത്? ചോദിക്കുന്നത് വിശ്വാമിത്രനാണ്. വിശ്വത്തിന്റെ മുഴുവൻ മിത്രമാണ്. മിത്രശബ്ദത്തിന് സൂര്യനെന്നും അർത്ഥമുണ്ട്. ലോകത്തിന് മുഴുവൻ പ്രകാശത്തെ കൊടുക്കുന്നത്, അറിവിനെ പകർന്നു കൊടുക്കുന്നത്, ലോകത്തിന്റെ മുഴുവൻ മിത്രമായത് എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. ആ വിശ്വാമിത്രൻ ഇങ്ങനെ ചോദിച്ചിട്ടും സഭയിലുള്ള ആരും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഈ യജ്ഞരൂപത്തിൽ കെട്ടിയിട്ട ബാലനെ വധിക്കേണ്ട സമയമായി. ഇവിടെ ഇരിക്കുന്ന കർമ്മികൾ ആരും അതിന് തയ്യാറാവാതായപ്പോൾ രാജാവ് വീണ്ടും പ്രഖ്യാപിച്ചു, ഈ ബാലനെ ഇപ്പോൾ ക്രിയയുടെ ഭാഗമായി വധിക്കാൻ ആരാണോ തയ്യാറാവുന്നത് അവർക്ക് 2000 സ്വർണ്ണ നാണയങ്ങളെയും 5000 പശുക്കളെയും നൽകാം. വീണ്ടും പ്രലോഭനം. അപ്പൊ സഭാവാസികളിൽ ഒരാൾ ചാടി എഴുന്നേറ്റു, ഞാൻ വധിക്കാമെന്ന് പറഞ്ഞു വന്നു. അയാളെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. വേറെ ആരുമല്ല, ഈ ബാലന്റെ അച്ഛനായ അജീകർത്തനായിരുന്നു. എല്ലാവരും പരസ്പരം പറയാൻ തുടങ്ങി, ദുരമുത്തൻ. സ്വന്തം മകനെ വിറ്റതുപോലും സമ്പത്തിന് വേണ്ടി, ഇപ്പതാ മകനെ കൊല്ലാൻ ഒരുങ്ങുന്നു സമ്പത്തിന് വേണ്ടി എന്നിങ്ങനെ ഓരോരുത്തരും വിലപിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വിശ്വാമിത്രനാകട്ടെ കരഞ്ഞ് 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 കണ്ണീര് പോലുമില്ലാതായ അവശനായി
ആ യജ്ഞയൂപത്തിൽ ബന്ധിതനായി കിടക്കുന്നതായ ശുനശേഖരന്റെ ആ ബാലകന്റെ അരികിലെത്തി അവന്റെ കാതിൽ പറഞ്ഞു, പേടിക്കണ്ട. ആപത്ത് വരുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾ, അല്ലേ? ദുഃഖം വരുന്നു, ഭയപ്പെടേണ്ട, ഞാനുണ്ട്. ഈ ഒരു വാക്കിനോളം ശക്തി ഈ ലോകത്ത് മറ്റൊന്നിനുമില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നതും അതാണ്. മാമേ വൈഷ്യസി സത്യത്തെ പ്രതിജാനു പ്രിയോസിനി. ഞാനിതാ സത്യം ചെയ്തു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ദുഃഖം വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ അവർക്കരികിൽ ഈ സമാശ്വാസത്തിന്റെ വാക്കുകളുമായി സാന്നിധ്യം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കൃതിയുടെ പ്രതീകങ്ങളായി മാറുന്നത്. നമ്മളൊക്കെ ഭാരതീയരാവുന്നത് അപ്പോഴാണ്. വിശ്വാമിത്രൻ അങ്ങനെ ശുനശേഖരൻ എന്ന ആ ബ്രാഹ്മണ ബാലകന്റെ കാതിൽ ചൊല്ലിക്കൊടുത്തു വരുണമന്ത്രം. ഇത് ജപിച്ചിരുന്നോളാം. അവൻ വരുണമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. ഹിംസ ചെയ്യാനായി അജീകർത്തൻ തന്നെ വന്നപ്പോൾ പെട്ടെന്ന് ആ യാഗശാലയിൽ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. യാഗം പൂർണ്ണമായി എന്നുറക്കെ പറഞ്ഞു. ഈ ബ്രാഹ്മണ ബാലനെ വധിക്കേണ്ടതില്ല, അല്ലാതെ തന്നെ ഈ യാഗം പൂർണ്ണമായിരിക്കുന്നു, ഞാൻ എല്ലാവരും പ്രസാദിച്ചിരിക്കുന്നു എന്ന് വരുണദേവൻ പറഞ്ഞ് അനുഗ്രഹിച്ചപ്പോഴേക്കും ഹരിശ്ചന്ദ്രന്റെ വീർത്ത് വന്നിരുന്നതായ വയറ് പഴയതുപോലെയായി. രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറി. ആ ബാലകൻ വിറയ്ക്കുന്ന ശരീരവുമായി ചുറ്റും നോക്കുക. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാമിത്രനെ നോക്കി, രാജാവിനെ നോക്കി, വസിഷ്ഠനെ നോക്കി, സഭാവാസികളായിരിക്കുന്ന എല്ലാവരെയും നോക്കുക. ആ ബാലകൻ ഉറക്കെ വിളിച്ച് ചോദിച്ചു, ഹേ സഭാവാസികളെ, ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായ അല്ലയോ ഹരിശ്ചന്ദ്ര മഹാരാജാവ്, ആ രാജാവിനെ ധർമ്മമാർഗത്തിലൂടെ നയിക്കുന്ന ആചാര്യനായ ഹേ വസിഷ്ഠ മഹർഷി, അല്ലയോ വിശ്വാമിത്ര മഹർഷി, എനിക്ക് ഉത്തരം തരും. യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ ആരാണ്? വസിഷ്ഠനാണ് മറുപടി പറയുന്നത്. ജനിപ്പിച്ചു എന്ന കാരണത്താൽ ഒരാൾ അച്ഛനാവുന്നില്ല. ആ പുത്രനെ നേർമാർഗത്തിലൂടെ നയിക്കുകയും അവന്റെ ഓരോരോ ജീവിതഘട്ടത്തിലും അവന് കൈത്താങ്ങായി അവന് സുരക്ഷയൊരുക്കുകയും ചെയ്യുന്നവരാണ് അച്ഛൻ. പിതാവ് എന്ന വാക്കിന് അർഹരാകും, സ്ഥാനത്തിന് അർഹരാകും. അതുകൊണ്ട് ഈ ബാലകനെ സമ്പത്തിന് വേണ്ടി വിറ്റവനും സമ്പത്തിന് വേണ്ടി വധിക്കാൻ ഒരുങ്ങിയവനുമായിരിക്കുന്ന അജീകൃതൻ ഇവന്റെ അച്ഛനല്ല. സമ്പത്ത് കൊടുത്ത് വാങ്ങി രാജാവ് ഭരിക്കുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രജകൾ എല്ലാവരും പുത്രന്മാരാണ്, പുത്രിമാരാണ്. സ്വന്തം പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കേണ്ടവനാണ് ചക്രവർത്തി. പക്ഷേ ഇവിടെ ആ രാജാവ് തന്നെ വിലയ്ക്ക് വാങ്ങി ദത്തെടുത്ത തൻ്റെ പുത്രനെ ബലിപീഠത്തിലേക്ക് നയിച്ചു. അതിനാൽ ഹരിശ്ചന്ദ്രനും ഇവന്റെ പിതാവല്ല. ഇവനെ സ്വീകരിക്കാൻ വേണ്ടി, ബലിയായി സ്വീകരിക്കാൻ വേണ്ടി വന്ന് ഇവനെ അനുഗ്രഹിച്ച് മരണത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും ഈ വരുണദേവൻ ഒരിക്കലും ഇവന്റെ പിതാവല്ല. കാരണം ദേവതകൾ സ്വതന്ത്രരല്ല. അടിവരയിട്ട് കേൾക്കേണ്ട ഒരു വാചകമാണ്. ദേവതകൾ സ്വതന്ത്രരല്ല. ഇന്ന മന്ത്രം ഇത്ര ഒരു ജപിച്ചാൽ ഇന്ന ദേവത പ്രസാദിക്കും എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം അത്രയും ഒരു ജപിച്ചാൽ ആ ദേവത വന്നുകൊള്ളണം. അതാര് ജപിച്ചാൽ അത് മന്ത്രത്താൽ ബന്ധിതരാണ് ദേവതകൾ. മന്ത്രമോ അതുരുവിട്ടുരുവിട്ട് സിദ്ധി വരുത്തിയവരുടെ ഹൃദയത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവര് വിളിച്ചാൽ ആ ദേവതകൾ വന്നുകൊള്ളണം. അവര് ചോദിച്ചാൽ ആ അനുഗ്രഹം ദേവതകൾ കൊടുത്തുകൊള്ളണം. അതിനാൽ ദേവതകൾ സ്വതന്ത്രരല്ല. അപ്പോൾ ഈ വരുണദേവൻ ഇവിടെ വന്നത് ഈ പറയുന്ന ശുനശേഖരനോടുള്ള കാരുണ്യം കൊണ്ടോ ഹരിശ്ചന്ദ്രനോടുള്ളതായ ആദരവ് കൊണ്ടോ ഈ ചെയ്ത ക്രിയയുടെ മഹത്വം കൊണ്ടോ അല്ല, മന്ത്രം ജപിച്ചാൽ ദേവത വരണമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വന്നതാണ്. വരുണൻ സ്വയം തൻ്റെ
ആ ബന്ധനം ഹരിചന്ദ്രനുമായി, ഈ ക്രിയയുമായി, ഈ മന്ത്രവുമായി തനിക്കുള്ളതായ ബന്ധനത്താൽ മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ വരുണദേവനും ഈ ശുനശേഖരന്റെ പിതൃസ്ഥാനം അർഹിക്കുന്നില്ല. പിന്നെ ആരാ? വസിഷ്ഠൻ പറഞ്ഞു, ഈ ശുനശേഖരന്റെ അച്ഛൻ സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയാണ്. പ്രാണനെ രക്ഷിക്കുന്നവൻ ആരോ അവനാണ് പിതാവ്. രക്ഷിക്കുന്നവനാണ് പിതാവ്, ശിക്ഷിക്കുന്നവനല്ല. ശിക്ഷിക്കുന്നവൻ ഗുരു. ശിക്ഷ എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കലല്ല, രൂപപ്പെടുത്തിയെടുക്കലാണ്. ജ്ഞാന സംസ്കാരത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതായ ആ പ്രവൃത്തിയെ ചെയ്യുന്ന, ശിക്ഷയെ ചെയ്യുന്നവൻ ഗുരു, രക്ഷയെ ചെയ്യുന്നവൻ പിതാവ്. വിശ്വാമിത്രൻ നടന്നു നീങ്ങിയപ്പോൾ ശൂരശേഖരനും വിശ്വാമിത്രന്റെ പിന്നാലെ നടന്നു. അപ്പോൾ വിശ്വാമിത്രൻ കണ്ട ഹരിശ്ചന്ദ്രൻ എങ്ങനെയുള്ള ഹരിശ്ചന്ദ്രൻ? സ്വന്തം പുത്രനെ തന്നെ ബലിയായി കൊടുക്കാമെന്ന് വരുണന് വാക്കുകൊടുത്ത ആ വാക്ക് തെറ്റിച്ച് തന്റെ പ്രജകളിൽ ഒരുവന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്ത് ആ ദാരിദ്ര്യത്തിന്റെ പേരിൽ അവന്റെ പുത്രനെ ദത്തെടുത്ത് ബലി കൊടുക്കാൻ ഒരുങ്ങിയതായ ദുഷ്ടതയുടെ പ്രതീകമാണ് ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനെ സംബന്ധിച്ചത്. അതുകൊണ്ടാണ് ബ്രഹ്മ സദനത്തിൽ വെച്ച് ഋഷീശ്വരന്മാർ തമ്മിൽ തർക്കം ഉണ്ടായപ്പോൾ ഹരിശ്ചന്ദ്രനെ കുറിച്ച് വലിയ വലിയ മഹത്വങ്ങൾ പറഞ്ഞപ്പോൾ, വസിഷ്ഠൻ പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ എതിർത്തതും, രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായതും, ഹരിശ്ചന്ദ്രൻ സത്യവാനല്ല എന്ന് ബോധിപ്പിക്കാൻ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ അനവധി പരീക്ഷണങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി. സത്യത്തിൽ അത് നിയതി തന്നെ വരുത്തിയ ഒരു കാര്യമാണ്. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണ്ടേ? എന്തൊക്കെ അനുഭവിച്ചു ഹരിശ്ചന്ദ്രൻ? ദാരിദ്ര്യം അനുഭവിച്ചു, അല്ലേ? അജീകർത്തൻ അനുഭവിച്ച ദാരിദ്ര്യം, വിശ്വാമിത്രന്റെ കുടുംബം അനുഭവിച്ച ദാരിദ്ര്യം, അതേ ദാരിദ്ര്യത്തിലേക്ക് ആ ചക്രവർത്തിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. കടബാധ്യത, വരുണന് കൊടുത്തതായ വാക്ക് കടമാക്കിയ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനോടുള്ളതായ കടബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടി രാജ്യവും സമ്പത്തും എല്ലാം കൊടുക്കേണ്ടി വന്നു. ഭാര്യയുടെയും മകന്റെയും കൈപിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായ ഹരിശ്ചന്ദ്രൻ ദാരിദ്ര്യത്തെ മുതലെടുത്ത് തന്റെ പ്രജകളിൽ ഒരുവനായ അജീകർത്തൻ എന്ന ബ്രാഹ്മണന് സ്വന്തം പുത്രനെ കാശ് വാങ്ങി വിൽക്കേണ്ടി വന്ന ആ ഗതികേടിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഗതികേട് ഹരിശ്ചന്ദ്രനും വന്നു. ആവണത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ഭാര്യയെ വിൽക്കേണ്ടി വന്നു ഹരിശ്ചന്ദ്രൻ. അവിടെ അജീകർത്തൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനെ ദത്തെടുത്ത് യാഗശാലയിൽ യജ്ഞയൂപത്തിൽ ബന്ധിച്ച് ബലി കൊടുക്കുക എന്ന ക്രിയയ്ക്ക് വേണ്ടി നിലകൊണ്ട ഹരിശ്ചന്ദ്രന് സ്വന്തം ഭാര്യയെ ശ്മശാനത്തിൽ വെച്ച് സ്വന്തം കൈകൊണ്ട് വധിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വിധിയിപ്പിച്ചു. അപ്പോൾ ഹരിശ്ചന്ദ്രോപാഖ്യാനം കർമ്മഗതിയുടെ ശരിയായ തത്വത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഹരിശ്ചന്ദ്രോപാഖ്യാനം ഒരു ദുരന്ത കഥയായിട്ടല്ല അവസാനിക്കുന്നത്. ഹരിശ്ചന്ദ്രനിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ശതാക്ഷി ദേവിയുടെ മഹിമ കൊണ്ട് ഹരിശ്ചന്ദ്രൻ സ്വർഗത്തിലേക്ക് എത്തി എന്ന് പറയുന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. അതിന് കാരണം ഹരിശ്ചന്ദ്രൻ അപ്പോഴും ദീക്ഷിച്ച സത്യത്തിന്റെ മഹത്വം കൊണ്ടാണ്. ജീവിതത്തിൽ ഇത്രയൊക്കെ സഹനങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം വാക്ക് തെറ്റിച്ചില്ല. അപ്പോൾ ആ വാക്ക് തെറ്റിക്കാത്തവനും സത്യവാദിയുമായ ധാർമ്മിഷ്ഠനുമായ ഒരു ഹരിശ്ചന്ദ്രനിലേക്ക് ഹരിശ്ചന്ദ്രനെ രൂപപ്പെടുത്തിയെടുത്തത് ഈ പറയുന്നതായ വരുണയാഗം തന്നെയാണ് എന്നതിൽ ഒരു സന്ദേഹവുമില്ല. ആ യാഗത്തിലൂടെ ഹരിശ്ചന്ദ്രന് മനസ്സിലായി ശരിയായ ധർമ്മമെന്ത്, ശരിയായ കർമ്മമെന്ത്. അത് ഹരിശ്ചന്ദ്രനെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ബോധ്യം ഹരിശ്ചന്ദ്രനിൽ ഉണ്ടാക്കിയതോ സാക്ഷാൽ വസിഷ്ഠൻ തന്നെയാണ്. അതിന് കാരണക്കാരനായ വിശ്വാമിത്രനാണ്.
ഇങ്ങനെ മനോഹരമായിരിക്കുന്ന ഹരിശ്ചന്ദ്രോപാഖ്യാനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടാണ് മാർക്കണ്ഡേയ പുരാണത്തിലെ കഥകൾ വിസ്തരിച്ചതും ബ്രഹ്മാണ്ടാദി പുരാണങ്ങളൊക്കെ പറഞ്ഞതും. സ്കന്ദപുരാണത്തിൽ ദേവീചരിതങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ മഹത്തരമായ കഥ പറയുന്നു. സൂര്യവംശ ചരിത്രങ്ങൾ പറയുമ്പോൾ എല്ലാ പുരാണങ്ങളിലും ഹരിശ്ചന്ദ്രന്റെ ഉപാഖ്യാനം പറയുന്നുണ്ട്. ഭഗവതിയുടെ തത്വങ്ങളെ പറയുന്ന ഈ കഥകൾ തന്നെ ശിവപുരാണത്തിലും വായുപുരാണത്തിലും എത്തുമ്പോൾ ശൈവമായിരിക്കുന്ന ഉപാസനാ പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കാൻ ശിവഭക്തന്മാരുടെ കഥകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പൊ സ്കന്ദപുരാണത്തിൽ വളരെ വിശദമായി പറയുന്ന താരകാസുരവധം മുതലായിരിക്കുന്ന കഥകൾ, ഈ കഥകളൊക്കെ നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പുരാണങ്ങളെ ചർച്ച ചെയ്തപ്പോഴും ശിവപുരാണം വായിച്ചപ്പോഴും വായുപുരാണം വായിച്ചപ്പോഴും കേട്ടതാണ്. അങ്ങനെ കേട്ടതായ ഈ കഥകളെ മുഴുവൻ ഒരു മാല പോലെ കോർത്തുകൊണ്ട് ശിവപുരാണത്തിലെയും സ്കന്ദപുരാണത്തിലെയും വായുപുരാണത്തിലെയും ലിംഗപുരാണത്തിലെയും വളരെ വിശേഷപ്പെട്ട ശിവപൂജയുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദാർശനിക ചിത്രം നമുക്ക് പകർന്നു തരുന്നു. അതാണ് ദ്വാദശ ജ്യോതിർലിംഗ മഹത്വം. 12 ജ്യോതിർലിംഗങ്ങളുടെ മഹത്വം. അഖണ്ഡ ഭാരതഭൂമിയിൽ പല ദിക്കുകളിലായി കിടക്കുന്ന ഈ ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ അവിടെ ആവിർഭവിക്കാനുണ്ടായ കാരണം ആ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ പരിപൂജനം ചെയ്ത് സദ്ഗതി നേടിയവരായ ഭക്തന്മാരുടെ ചരിത്രങ്ങൾ ഇതെല്ലാം വിശദീകരിക്കുന്ന ആ ദ്വാദശ ജ്യോതിർലിംഗ കഥ നാളെ ഉച്ചയ്ക്കും നാളെ വൈകുന്നേരത്തെ വിശേഷ പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് കേൾക്കാം. ഒപ്പം ഭാഗവതം, വിഷ്ണുപുരാണം, സ്കന്ദപുരാണത്തിലെ വിശേഷമായിരിക്കുന്ന ചില ശിവതത്വ മാഹാത്മ്യങ്ങൾ എല്ലാം ചേർന്നിട്ടായിരിക്കും നാളത്തെ പ്രഭാഷണം. വായുപുരാണം ഉണ്ടാവും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പുരാണങ്ങളിലെയും കഥകളൊക്കെ ഒരു മഹാസമുദ്രമായി, ഒരു പുരാണ സമുദ്രമായി ഒഴുകിച്ചേരുന്ന വിധം നമുക്ക് ഈ കഥകളെയൊക്കെ സമന്വയിപ്പിക്കേണ്ടതുണ്ട്. അത് നാളെ ഉച്ചയ്ക്കും നാളെ വൈകുന്നേരവും മറ്റന്നാൾ കാലത്തുമായിട്ടുള്ള ആ പ്രവചനങ്ങളിലൂടെ ഇവിടെ നമുക്ക് അനുഭവിക്കാം. ഇപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ സാക്ഷാൽ മാരാരിക്കുളത്തപ്പൻ്റെ പാതാരവിന്ദങ്ങളിലേക്കുള്ള പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. അഷ്ടാദശ പുരാണങ്ങളെയും നമസ്കരിക്കാനുള്ള മന്ത്രമാണ് ഞാനിപ്പോൾ ചൊല്ലിത്തരുന്നത്. അതെല്ലാവരും ഉറക്കെ ഏറ്റി ചൊല്ലാം. ഈ അഷ്ടാദശ പുരാണ മനനത്തിന് വേണ്ടി മാരാരിക്കുളത്തെ ഈ മഹായജ്ഞത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ ശ്ലോകം. ബ്രഹ്മം ബ്രഹ്മാണ്ഡ ഉറക്കെ ചൊല്ലണം. വൈവർത്തം മത്സ്യമാർക്കണ്ഡ വാമനം വിഷ്ണുവാരാഘവായുഗ്നി ശ്രീമദ്ഭാഗവതം തഥാ പദ്മം സ്കാന്ദം ഗാരുഡം ച ഭവിഷ്യം കൂർമനാരദം ലിംഗമേതാനി നാമാനി പുരാണാനി പ്രകീർത്തിതം വേദവേദാംഗ തത്വാനാം സാരം സാരം സമുദ്രിതം വ്യാസകൃ വാങ്മയം വന്ദേ പുരാണം ജ്ഞാനസാഗരം നാദരൂപം ജ്ഞാനരൂപം മഹാദേവസ്വരൂപിണം പുരാണപുരുഷം വ്യാസം വിഷ്ണും വന്ദേ സനാതനം മാരാരിവാപി നാമശ്രീ പുണ്യമന്ദിരവാസിനം വാഗർത്ഥരൂപിണം ദേവം ശങ്കരം പ്രണമാമ്യഹം. കൈകൾ ശിരസിന് മുകളിൽ തൊഴുതു പിടിക്കുക. കരചരണകൃതം